are around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. And we are selecting selecting the beneficiaries through a transparent procedure by the members of the local body. Then we will go to our team will go there, and there will be a physical examination whether it is right or wrong. Then you can also, anybody can go there, and random examination, random scrutiny, everything can be done. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ വിജിലൻസ് എന്ന് കണ്ടെത്തി ആ ഫയലുകൾ പരിശോധിച്ചാൽ അറിയാം, യാതൊരു തെളിവും അന്നും കണ്ടെത്തിയിട്ടില്ല. തെളിവ് കണ്ടെത്താത്തത് കൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ അത് വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെട്ട പുനർജനി കേസിൽ അന്വേഷണം നിർത്തിവെക്കുന്നതായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം തികയും മുൻപാണ് മുഖ്യമന്ത്രി തന്നെ ആരോപണ വിധേയനായ ഒരു കേസ് സർക്കാർ പിൻവലിക്കുന്നത്. പ്രളയത്തിലകപ്പെട്ട പറവൂരിലെ മനുഷ്യർക്കായി വി ഡി സതീശൻ MLA ആയിരിക്കെ പ്രഖ്യാപിച്ച പുനർജനി പദ്ധതിയിൽ ഗുരുതര അഴിമതി ആരോപണമാണ് അന്നുയർന്നത്. വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി, CBI അന്വേഷണത്തിന് ശുപാർശ നൽകി. എന്നാൽ വി ഡി സതീശനെതിരായി തെളിവുകൾ ഇല്ലാത്തതിനാൽ പുനർജനി കേസിലെ അന്വേഷണം അവസാനിപ്പിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുകയായിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം തികയും മുൻപാണ് മുഖ്യമന്ത്രി തന്നെ ആരോപണ വിധേയനായ കേസ് തിടുക്കപ്പെട്ട് പിൻവലിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ വിദേശ ഫണ്ട് സ്വീകരിച്ചത് 2010 FCRA നിയമം കൂടി കണക്കിലെടുത്ത് CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് കണ്ടെത്തുമ്പോൾ തെളിവില്ലെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞാലത് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റാവുമോ? വി ഡി സതീശനെതിരെ CBI അന്വേഷണം വേണമെന്ന ശുപാർശ വിജിലൻസ് മന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് അട്ടിമറിച്ചോ? അങ്ങനെ അവസാനിപ്പിക്കാവുന്നതാണോ പുനർജനി കേസ്? ചോദ്യങ്ങൾ ഇനിയും ബാക്കി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, രജിൻ S ഉണ്ണിത്താൻ കോൺഗ്രസ്, PS രാജേന്ദ്രപ്രസാദ് പുനർജനി കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ. അരുൺകുമാർ ഈ ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. രജിൻ എത്തിയിട്ടുണ്ട്, അതുപോലെ രാജേന്ദ്രപ്രസാദുമുണ്ട്. അത് ഈ കേസ് തുടക്കം മുതൽ എന്ന നിലയ്ക്കുകൂടി ആദ്യം രാജേന്ദ്രപ്രസാദിനോട്. രാജേന്ദ്രപ്രസാദ് ഈ കേസ് തുടക്കം മുതൽ ശ്രദ്ധിച്ചയാളാണല്ലോ. ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി, വിജിലൻസിൻ്റെ കൂടി ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ ആ കേസ് ഈ സർക്കാർ പിൻവലിച്ചിരിക്കുന്നു എന്ന്. സ്വീകാര്യമാണോ സർക്കാർ നിലപാട് താങ്കളെ സംബന്ധിച്ച്? കേരള ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും ഇതിൽ ക്ലീൻ ചീറ്റ് കൊടുക്കാനുള്ള അവകാശമില്ല. FCRA ലംഘനം, വിദേശ നാണയ വിനിമയ ചട്ടം, ഈ കേസ് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? കേന്ദ്ര ഏജൻസിക്കാണ്. അതേപോലെ വിദേശത്ത് പോയി പിരിവ് നടത്താനുള്ള അനുമതി കൊടുക്കേണ്ടത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഈ 2 കാര്യങ്ങൾക്കും അനുമതിയില്ലാതെ വിദേശത്ത് പോയി നടത്തിയ പിരിവാണ് വി ഡി സതീശൻ്റെ അഴിമതി ആരോപണം, വി ഡി സതീശനെതിരായിട്ടുള്ള അഴിമതി ആരോപണം. അതിൻ്റെ വീഡിയോ, വിദേശത്ത് പോയി പിരിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ വീഡിയോ പുറത്ത് വിട്ട സമയത്ത് വി ഡി സതീശൻ തന്നെ പറവൂരിൽ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് എന്താണെന്നാണ്, ഞാൻ വിദേശത്ത് നിരവധി രാജ്യങ്ങളിൽ പോയി ഫണ്ട് പിരിച്ചു. ഞങ്ങൾ ചോദിക്കുന്നു, ആ പിരിച്ച ഫണ്ട് എവിടെയെന്നാണ് അന്നും ഇന്നും ചോദിക്കുന്നത്. അതിനൊരു തീരുമാനമുണ്ടായിട്ടില്ല ഇതുവരെ. മറിച്ച് ഞങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ പരാതി കൊടുത്തു. വിജിലൻസിന് കൊടുത്തു, DGPക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, CBIക്ക് കൊടുത്തു. CBI ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിജിലൻസിനോട്, നിങ്ങൾ പ്രാഥമികമായി അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ. അങ്ങനെ പ്രാഥമികമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്തമേ വിജിലൻസിനുള്ളൂ. ക്ലീൻ ചീറ്റ് കൊടുക്കാനുള്ള അവകാശം അവർക്കില്ല. കാരണം ഞാൻ ഒറ്റക്കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് വിടാം. ഗൾഫിലൊരു അറബിയുടെ പണം കേരളത്തിലൊരാൾ മോഷ്ടിച്ചു. കേരളത്തിലെ പോലീസ്, രമേശിൻ്റെ പോലീസ് അന്വേഷിച്ചിട്ട് അയാളൊരു കുറ്റവാളിയല്ല എന്ന് പറഞ്ഞാൽ ആ കേസ് തീരുമോ? അതേപോലുള്ളൊരു സ്വഭാവമുള്ള കേസാണ്.
ഈ കേസ് കേന്ദ്ര ഏജൻസിയായ CBI അന്വേഷിക്കേണ്ട ഒരു കേസാണ്. അതാണ് അവസാനം വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ വിജിലൻസ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുമ്പോൾ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദേശത്ത് നടന്ന അഴിമതി ആയതുകൊണ്ട് അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ്. അതും മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ വിജിലൻസ് ഇതൊന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിമതി. VD സതീശനെ അധികാരമില്ലാത്ത അധികാരം ഉപയോഗിച്ച് ക്ലീൻ ചീറ്റ് കൊടുക്കുകയാണ് കേരള ഗവൺമെൻറ് ചെയ്തത്. ശ്രീ രാജേന്ദ്ര പ്രസാദ്, ഇന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? വിജിലൻസ് അന്വേഷിച്ചു. അത് ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ വിജിലൻസ് പ്രാഥമികമായി അന്വേഷിച്ചു. അത് സർക്കാരും ആഭ്യന്തരമന്ത്രിയും അംഗീകരിക്കുന്നുണ്ട്, വിജിലൻസ് മന്ത്രി തന്നെ അംഗീകരിക്കുന്നുണ്ട്. വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല. അതായിരിക്കും കുറച്ചുകൂടി ഈ ചർച്ചയിൽ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ സഹായകരം അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിജിലൻസ് അന്വേഷിച്ചു, പക്ഷേ ഒരു തെളിവും കണ്ടെത്താനായില്ല. നിങ്ങളൊക്കെ ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ചതിനനുസരിച്ച് ഒരു തെളിവും വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തെളിവ് കണ്ടെത്താത്തത് കൊണ്ടാണ് മറ്റ് സാധ്യതകൾ കഴിഞ്ഞ സർക്കാർ തേടിയതെന്നാണ് ഇന്ന് വിജിലൻസ് മന്ത്രി പറയുന്നത്. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഇതിൽ ജെയ്സനും പഴയ മരിച്ചുപോയ P. രാജു MLA-യും ഞങ്ങളും 3 പേരുമാണ് ഇതിൻ്റെ പരാതിക്കാർ. ജെയ്സനും അതേപോലെ P. രാജുവും 2 പേരും മരിച്ചുപോയി. പക്ഷേ ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്നും VD സതീശൻ അനുമതി വാങ്ങിയിട്ടാണോ പോണതെന്ന് വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോൾ അനുമതി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അതേപോലെ FCR ലംഘനം, ഇതെല്ലാം ഞങ്ങൾ വിജിലൻസിന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ വിജിലൻസിന് ഇതിലൊരു അന്തിമമായ തീരുമാനം എടുക്കുമോ? വിദേശത്ത് നടന്ന സംഭവം ഞങ്ങളുടെ പരിധിയിൽ ഇത് കേരളത്തിലാണല്ലോ ഈ പുനർജനി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ കേരളത്തിലെ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നാണ് ഇവർ പരിശോധിച്ചേക്കണം. മറിച്ച് വിദേശത്ത് അഴിമതി അവർ പരിശോധിച്ചിട്ടില്ലല്ലോ. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് സതീശന് ക്ലീൻ ചീട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാറുണ്ട്, അതുപോലെ റെജിനസ് ഉണ്ണിത്താനും ഉണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്നിപ്പോൾ വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിലാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. പുതിയ സർക്കാർ വന്ന് VD സതീശൻ പുനർജനി കേസിൽ കാലങ്ങളായി വർഷങ്ങളായി ആരോപണ വിധേയനായി നിൽക്കുന്ന VD സതീശൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെട്ട കേസിൽ വിജിലൻസ് മന്ത്രി വിജിലൻസിൻ്റെ ശുപാർശ തള്ളിക്കൊണ്ട് തെളിവില്ല എന്നാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിജിലൻസ് അന്വേഷിച്ചു, തെളിവില്ല. അങ്ങനെ തെളിവ് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ, തെളിവില്ലാത്തതിനാലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ചത് എന്നാണ് ഇപ്പോഴത്തെ വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കായി പറഞ്ഞത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിയായി നിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇത് ശരിയാണോ? രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം മന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് എന്ന ഒരു അന്വേഷണം, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ആ കോടതിയിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ അത് വാർത്തയായിട്ട് പുറത്തു വരും. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ അഭിപ്രായം പറഞ്ഞു എന്നിരിക്കാം. പക്ഷേ അത്തരത്തിലൊരു റിപ്പോർട്ടിനെ കുറിച്ച് മന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് ഏറ്റവും ആദ്യമായിട്ടാണ്, ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. മറ്റൊന്ന്, വിജിലൻസ് നടത്തുന്ന അന്വേഷണം അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കാൻ പറ്റാത്ത, കാരണം FCR നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്തടക്കം അന്വേഷിക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി തന്നെ ഇതുമായിട്ട് വേണം അന്വേഷണം നടത്താൻ എന്ന് വിജിലൻസ് 2025 തീരുമാനിച്ചതാണ്. അത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് ഒരു തരത്തിലും അതിനെ രാഷ്ട്രീയപരമായിട്ട് കാണാതെ കുറച്ച് ഒരു ചോദ്യാവലി തയ്യാറാക്കി വിജിലൻസിനോട് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ വിജിലൻസ് ആ ചോദ്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഇന്ന മേഖല അന്വേഷിക്കാൻ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് പറ്റൂ എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വിജിലൻസിന് തന്നെ അവർ കൊടുത്ത നേരത്തെ റിപ്പോർട്ട് തിരുത്താൻ എന്താണ് അനുവാദം? ആരാണ് അതിന് അധികാരം കൊടുക്കുന്നത്? അതായത് വിജിലൻസ് തന്നെ 2025 ഏപ്രിൽ മാസത്തിൽ ഇത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ അന്വേഷിച്ചു, ഇന്നത് കണ്ടെത്തി, ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വേണം, അതിന് നിയമപ്രകാരമുള്ള റഫറൻസ് വേണം എന്ന് പറയുന്നു. സംസ്ഥാന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നു, കുറച്ചുകൂടെ ഗ്രാവിറ്റിയോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ച് ഇന്നതൊക്കെയാണ്, അത് കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്നതാണ്, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ FCR നിയമപ്രകാരം അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. ആ ഒരു ശുപാർശ, ആ ഒരു അന്വേഷണ റിപ്പോർട്ട് അത് അവർ തന്നെ ഒരു കാരണമില്ലാതെ തിരുത്തുകയാണ്.
ആ കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു എന്നതാണ്. ആ UDF അധികാരത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു കോടതിയല്ല പറഞ്ഞത് നിങ്ങളൊരു പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. അവർ തന്നെ നടത്തിയ അന്വേഷണത്തെ അവർ തന്നെ തള്ളിപ്പറഞ്ഞ് അവർ തന്നെ അതിൽ മാറ്റം വരുത്തി ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ആഭ്യന്തരമന്ത്രി തന്നെ നിർദ്ദേശം കൊടുത്തതിന്റെ ഭാഗമായി, ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തതിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിക്കുന്നു മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് എന്ന്. ഇത് എവിടെയാണ് നമുക്ക് ഇത്തരത്തിൽ സമാന്തരമായിട്ടുള്ളൊരു സാഹചര്യം കാണാൻ കഴിയുക? അതായത് സത്യപ്രതിജ്ഞാ ലംഘനത്തിലൂടെ എല്ലാ നിയമവ്യവസ്ഥയും വളച്ചൊടിച്ച് ഒരു സംസ്ഥാന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അധികാരത്തിൽ ഇടപെട്ടുകൊണ്ട് അവർ നേരത്തെ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിനെ വളച്ചൊടിച്ച്, ആ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല പറയുന്നത്, അന്വേഷണ യോഗേന്ദ്ര ഗുപ്തയാണ് അന്ന് റിപ്പോർട്ട് കൊടുത്തത് ഇന്ന കാര്യങ്ങൾ CBI അന്വേഷിക്കണമെന്ന്. ഇപ്പോൾ പറയും, നേരെ ആഭ്യന്തരമന്ത്രി വന്നിട്ട് പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ അന്വേഷിച്ചു, അപ്പോൾ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതായത് കൃത്യമായി നിയമലംഘനമാണ്, അധികാര ദുർവിനിയോഗമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതുകൊണ്ട് എന്തായാലും ജുഡീഷ്യൽ റിവ്യൂവിന് ഇത് വിധേയമാകും. കോടതിയിലടക്കം ഈ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയടക്കം മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഏതെങ്കിലും തരത്തിൽ LDFന്റെ ഭരണകാലത്ത് ഒരു തരത്തിലും അന്വേഷിക്കാൻ പറ്റാത്തൊരു കേസായി കണ്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ അതിൽ തെളിവില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെ ഒരിക്കലുമല്ല. നമുക്കറിയാം, നിയമസഭയിൽ നുണ പറഞ്ഞു, നിയമസഭയിൽ പറഞ്ഞു അങ്ങനെ ഒരു പണപ്പിരിവ് ഞാൻ നടത്തിയിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. പിന്നെ പറവൂര് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ അങ്ങ് ബർഹിംഗാമിൽ പോയിട്ടുണ്ട്, ലണ്ടനിൽ പോയിട്ടുണ്ട്, പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയില്ല, നിയമസഭയുടെ അനുമതിയില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയില്ല. ആ പ്രളയകാലത്ത് കേരളത്തിന്റെ മന്ത്രിമാർക്ക് വിദേശത്ത് പോയി കേരളത്തിന് വേണ്ടി സഹായങ്ങൾ ഏറ്റുവാങ്ങാനുള്ള അവസരം വരെ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ച സമയത്ത് ഒരനുവാദമില്ലാതെ പോയി പരസ്യമായിട്ട് പണപ്പിരിവ് നടത്തുന്നു. വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് പോകാൻ അനുവാദം കിട്ടിയാൽ ഇത്തരത്തിൽ പരസ്യമായി പണം സമ്പാദിക്കുവാനും പണം ആവശ്യപ്പെടാനും അത് ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഒരു തരത്തിലും നിയമപരമായിട്ടുള്ള അനുവാദമില്ല. അപ്പോൾ പരസ്യമായിട്ടുള്ള നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ എത്ര രൂപ വന്നു, ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് വന്നത്, അവിടെ പല ട്രസ്റ്റുകളുടെയും ഒക്കെ പേര് പറയുന്നുണ്ട്. അത് വിശദമായിട്ടുള്ള അന്വേഷണത്തിലൂടെ തന്നെ നടത്തണം. ഏതായാലും വിദേശത്തുനിന്ന് പണം അയക്കുമ്പോൾ ആ പണം അയച്ച സോഴ്സ് അടക്കം കണ്ടുപിടിക്കാൻ കേരളത്തിലെ വിജിലൻസിന് സാധിക്കില്ല. CBI അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മറ്റു രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസിയുമായി സഹകരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. അതാണ് അന്വേഷിക്കണം, സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം അന്വേഷിക്കണം എന്ന തരത്തിലുള്ള ശുപാർശകളും അതിൻ്റെ തുടർ നടപടികളും സ്വീകരിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുമോ, അത് എവിടം വരെ പോകും എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. കാരണം ഒരേ നയമാണ് കേന്ദ്രവും സംസ്ഥാനവും നടപ്പാക്കുന്നത്. ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഞങ്ങൾ നടപ്പാക്കും എന്ന് ഇന്ന് UDFന്റെ ഉന്നതാധികാര സമിതി യോഗം കൂടിയിട്ട് തീരുമാനമെടുത്തതടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ PM നിയാസ് കോൺഗ്രസിന്റെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ, RSSന്റെയും സംഘപരിവാറിന്റെയും ഇംഗിതം നടപ്പാക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് പച്ചയായി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു, എന്താണോ RSSന്റെയും BJPയുടെ നയം അതാ ഈ കേരളത്തിൽ കൃത്യമായിട്ട് നടപ്പാക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതിഷേധവുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള ഒരു അധികാര ദുർവിനിയോഗമാണ്. കേന്ദ്ര CBI വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി ഇതിൽ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു നീക്കം നടത്താതെ സംസ്ഥാന അന്വേഷണ ഏജൻസിയുടെ അധികാരത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള പച്ചയായ അധികാര ദുർവിനിയോഗമാണ്. അതുകൊണ്ട് ഏതായാലും അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രജിൻ, ഇതിലിപ്പോൾ പുനർജനി ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ പെട്ടുപോയത് VD സതീശനാണ്, പറവൂർ MLA എന്ന നിലയിൽ അന്നു മുതൽ. ഇന്നിപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ തീരുമാനമെടുത്തതോടുകൂടി ഈ വിഷയത്തിലേക്കൊരു എൻട്രി ഫ്രീ ആയിട്ട് വിജിലൻസ് മന്ത്രിക്ക് കൂടി വന്നു ചേർന്നിരിക്കുകയാണ്, വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല. ഇപ്പോൾ അരുൺ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഇത് വളരെ കൃത്യമായ അധികാര ദുർവിനിയോഗമല്ലേ, സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ, വളരെ ശക്തമായ ഒരു ജുഡീഷ്യൽ റിവ്യൂവിന്, നിയമപരമായ പരിശോധനയ്ക്ക് കോടതിക്ക് മുമ്പാകെ സാധ്യമാകുന്ന ഒരു പരിധിവിട്ട സർക്കാർ നടപടിയായി ഇത് മാറുന്നു. കാരണം ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വിജിലൻസ് മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് അക്കാര്യം പ്രഖ്യാപിക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ ആണെങ്കിൽ വിജിലൻസിൻ്റെ ആ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിലേക്ക് പോയി. വിജിലൻസ് കോടതിയുടെ ജഡ്ജി എടുക്കേണ്ട ഒരു പണിയാണോ ഇന്നിപ്പോൾ വിജിലൻസ് മന്ത്രി മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ? കോടതിയല്ലേ പറയേണ്ടത് ഈ റിപ്പോർട്ട് വെച്ച് ആ ക്ലോസ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ആ കോടതിയിലല്ലേ? എന്തുകൊണ്ട് വിജിലൻസ് മന്ത്രിയായ രമേശ് ചെന്നിത്തല ഇങ്ങനെ ചെയ്തു? അതിൽ ഗുരുതരമായ പിശകുകളുണ്ട്. അത് ആ നിലയിൽ വലിയ തോതിൽ സമാധാനം പറയേണ്ടി വരും എന്നൊരു പ്രശ്നം രമേശ് ചെന്നിത്തല കൂടി ക്ഷണിച്ചു വരുത്തിയോ?
നോക്കൂ ശ്രീ ശരത്ത്, ഈ പറയുന്ന വാദങ്ങളൊക്കെ എവിടെ ചെന്ന് എത്തിയിരിക്കുന്നത്? ഈ പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, 2018 എന്ന് പറയുമ്പോൾ പ്രളയം എന്ന് പറയുന്ന മഹാദുരന്തത്തെ നേരിട്ടവരാണ് നമ്മൾ. പറവൂര് പോലെയുള്ള പ്രദേശത്ത് വലിയ ശക്തമായി ആ പ്രദേശത്ത് കവർന്നെടുത്ത പ്രളയത്തെ പറ്റി നമുക്കറിയാം. അവിടെ അധിവാസം നടത്തുവാൻ വേണ്ടി, അവിടുത്തെ ജനങ്ങളെ പുനരധിവസിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് അതുമായി ബന്ധപ്പെട്ടവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി അവിടെ ഒരു പുനർജനി എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാകുകയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ നേതൃത്വം കൊടുക്കുന്നെങ്കിൽ പോലും അവിടെ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയത് എന്നുള്ളത് നമുക്കറിയാം. കാരണം 300ഓളം വീടുകൾ അവിടെ ഇതുവരെ പണിത് തീർത്തിട്ടുണ്ട് എന്നുള്ളതും, അത് ഓരോ ആളുകളും സ്പോൺസർ ചെയ്ത, വിദേശത്തുള്ള ഓരോ ആളുകളും എണ്ണിപ്പറയാൻ വേണ്ടി സ്പോൺസർ ചെയ്ത വീടുകളും നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ നട്ടാക്കളിക്കാത്ത ഒരു കള്ള നുണയുമായി വി.ഡി. സതീശനെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇങ്ങനെ ഒരു കേസുമായി ഈ പറയുന്ന മുൻ ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട കുറച്ചു പേരും ഇറങ്ങി തിരിച്ചത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എവിടെയാണ് ചെന്നെത്തിയത്? ഈ ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഇത് തള്ളിക്കളഞ്ഞല്ലേ, നമ്മൾ കണ്ടതല്ലേ അത്. അതുപോലെ തന്നെ ഈ പറയുന്ന വിജിലൻസ് അന്വേഷണം 8 വർഷമായുള്ള വിജിലൻസ് അന്വേഷണമാണ്. ഏകദേശം 8 വർഷമായി വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെടുന്നത്. 2 തവണ ആയി. ആദ്യത്തേത് കഴിഞ്ഞു, രണ്ടാമത്തേതായി. അതിനകത്ത് എവിടെയാണ് വിദേശ ഫണ്ട് പിരിവിനെ പറ്റി വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? എവിടെയാണ് വിദേശ നാണയ വിനിമയ ചട്ടം നിലനിൽക്കുന്നത്? ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്കല്ലേ ഈ പറയുന്ന വിജിലൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അവിടെയാണ് റെജിൻ നോക്കൂ, വിജിലൻസിന്റെ ശുപാർശ എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ്. ആ നിലയിലാണ് നമ്മുടെ നാട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഒരു സ്റ്റാറ്റസ്. ഇന്ന് വിജിലൻസ് മന്ത്രി വന്ന് പറയുമ്പോഴാണ് ആ ശുപാർശ റദ്ദു ചെയ്യുന്നു, തള്ളിക്കളയുന്നു എന്ന് ഇപ്പോൾ വിജിലൻസ് മന്ത്രി ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം എങ്ങനെ സാധ്യമാകുന്നു? അത് കോടതിയല്ലേ പറയേണ്ടത്? വിജിലൻസിൻ്റെ ഈ പുതിയ ശുപാർശയെങ്കിൽ ആ ശുപാർശ അത് കോടതിയിൽ കൊടുത്തല്ലേ തീരുമാനമാക്കിക്കേണ്ടത്? വിജിലൻസ് മന്ത്രിയാണോ അത് പറയേണ്ടയാൾ? അതിൽ തന്നെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിവിട്ട നീക്കമാണോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നില്ലേ റെജിൻ? അതാണ് ഞാൻ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ചോദിച്ചത്. മന്ത്രി ഇന്ന് ചെയ്ത രീതി അതാണ് വിമർശിക്കപ്പെടുന്ന ഒരു പോയിന്റ്. അതിലേക്ക് വന്നിട്ടില്ല റെജിൻ, അതേക്കുറിച്ചൊന്ന് സംസാരിക്കും. ബാക്കി നമുക്ക് പുറകെ തെളിവും തർക്കവും കേസും എടുക്കാം. അതെ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചു നേരം എനിക്ക് കണക്ഷൻ കട്ടായി പോയി. നിങ്ങൾ പറഞ്ഞ രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് സർ, ഇത്രയേ ഉള്ളൂ. വിജിലൻസിന്റെ ശുപാർശയുണ്ട്. ആ ശുപാർശ എന്ന് പറയുന്നത് പുനർജനി കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ എന്ന ശുപാർശയായിരുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള വിജിലൻസ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ആ ശുപാർശ തള്ളുന്നു, തെളിവില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ വിജിലൻസ് മന്ത്രി ചെയ്യാമോ? ഇത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് കോടതി വിലയിരുത്തേണ്ടതല്ലേ? ആ നിലയിൽ പരിധിവിട്ട കളിയും നീക്കവുമല്ലേ മന്ത്രി നടത്തിയത്? ഇതാണ് ഞാൻ ചോദിച്ചത്. ഇതിനകത്ത് എവിടെയാണ് വി.ഡി. സതീശനെതിരെ കേസെടുത്തിട്ട് കോടതി തീരുമാനിക്കട്ടെ. അല്ലല്ല, കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് വിജിലൻസുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയർ ചീറ്റ് കൊടുക്കാൻ സാധിക്കത്തില്ലേ? നിയമപരമായിട്ട് എനിക്ക് മുമ്പ് സംസാരിച്ച അരുൺകുമാറിന് അറിയാമല്ലോ, താങ്കൾക്ക് അറിയാമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനെതിരെ ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവ് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അക്കൗണ്ടിൽ വന്നതായിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് പിരിവ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദേശ നാണയ വിനിമയ ചട്ടം അവിടെ നിലനിൽക്കുന്നില്ല. അതല്ലേ അതിന്റെ യാഥാർത്ഥ്യം? പിന്നെ എന്തുകൊണ്ട് കേരളത്തിലെ വിജിലൻസ് മന്ത്രി അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കേസ് ഇത് നിലനിൽക്കത്തില്ല എന്ന് പറയുവാൻ എന്താണ് അവിടുത്തെ ഒരു നിയമപ്രശ്നം? ഈ സാഹചര്യം വരാം, അത് ക്ലിയർ ചെയ്ത് അത് മാത്രമാണ് ഞാൻ അരുണിനോട് ചോദിക്കുന്നത്. അരുൺ, താങ്കൾ പറഞ്ഞതുപോലെയല്ല കോൺഗ്രസ് വക്താവ് രജനി ചർച്ചയിൽ പറയുന്നത് വിജിലൻസ് മന്ത്രിക്ക് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാം, ഇങ്ങനെ പ്രഖ്യാപിക്കാം. വി.ഡി. സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ലല്ലോ, പിന്നെ FCRA ലംഘനം എങ്ങനെ നിൽക്കും? ഒരു ചോദ്യം ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 8 വർഷമായി പഴക്കമുള്ളതാണ്, പല കോടതികളും തള്ളിക്കളഞ്ഞതല്ലേ. അപ്പോൾ വലിച്ചു നീട്ടണ്ട, അതുകൊണ്ട് തന്നെ ബോധ്യം വന്നു, അതുകൊണ്ട് വിജിലൻസ് മന്ത്രി ആക്ട് ചെയ്യുന്നു. ഇതാണ് വാദം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, പല കോടതികളൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത് അങ്ങ് സിംഗിൾ ബെഞ്ചിനെയൊക്കെ കോട്ട് ചെയ്തു, അതൊന്നുമില്ല. ഡിവിഷൻ ബെഞ്ചിലാണ് ആ കേസ് വന്നത്. അതിൽ എനിക്കും വക്കാലത്തുള്ള ജഡ്ജ്മെന്റിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ നോക്കിയാൽ എന്റെയും പേരുണ്ട് അതിൽ. ഞാനും ആ കേസിൽ ഹാജരായതാണ്. കേസിൽ ഹാജരായ വക്കീലാണ് രജിൻ. അതെ, അദ്ദേഹം ഡിവിഷൻ ബെഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ വീണ്ടും വാദിക്കുന്നത് സിംഗിൾ ബെഞ്ചിൽ വന്നു എന്നാണ് അരുൺ. അദ്ദേഹം പറയാൻ പൊതു താല്പര്യ ഹർജി ഒരിക്കലും സിംഗിൾ ബെഞ്ചിൽ വരില്ല. ഓക്കെ, ക്ലിയർ. അല്ല, താങ്കൾ കേൾക്കുക. ഒരു പൊതു താല്പര്യ ഹർജിയാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഡിവിഷൻ ബെഞ്ചിലാ വരിക. ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജൂറിസ്ഡിക്ഷൻ.
ചീഫ് ജസ്റ്റിസ് നേതൃത്വം കൊടുക്കുന്ന ബെഞ്ചിലാണ് വന്നത്. ആ കേസ് തള്ളിക്കളയുകയല്ല ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ക്രിമിനൽ ഒഫൻസ് ഉണ്ട് എങ്കിൽ നിയമപരമായ അതോറിറ്റിയെ സമീപിക്കാം എന്നാണ് പറഞ്ഞത്. ഒരു MLA ആണ് എന്നതുകൊണ്ട് നിയമസഭയുടെ അടക്കം സ്പീക്കറുടെ അടക്കം അനുമതി വേണം. അപ്പം നിയമപരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും ഡിസ്മിസ് ചെയ്യുകയല്ല ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒക്കെ കടന്നു വന്നിട്ടാണ് ഈ നുണകളെല്ലാം നമ്മൾ കണ്ടത്. ഇപ്പം കാലാവസ്ഥാ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഞാൻ വിദേശത്ത് പോയതെന്ന് നിയമസഭയിൽ പറഞ്ഞില്ലേ? അതേപോലെ വിദേശത്ത് പോയി ഞാൻ പണപ്പിരിവ് നടത്തിയില്ല, പ്രസംഗിച്ചില്ല, പണം ആവശ്യപ്പെട്ടില്ല എന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഇതേ MLA ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞില്ലേ? പറവൂര് പിന്നെ പത്രസമ്മേളനം നടത്തി ഞാൻ അങ്ങ് പോയി പ്രസംഗിച്ചു, പണം വാങ്ങി എന്ന് പറയാൻ കാരണമെന്താ? നിയമസഭയുടെ മേശപ്പുറത്ത് തന്നെ അദ്ദേഹം ലണ്ടനിൽ പോയി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ MLA മാർ മേശപ്പുറത്ത് വച്ചപ്പോഴല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പം സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്നില്ല, അതുകൊണ്ട് FCRA നിയമം നിലനിൽക്കില്ല. ഇതൊക്കെ ആരുടെ ക്യാപ്സൂളാണ്? ഈ നിയമം വിദേശത്ത് പോകണമെങ്കിൽ തന്നെ, ഒരു MLA പോകണമെങ്കിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയോ അതുപോലെ കേന്ദ്രത്തിന്റെയൊക്കെ അനുവാദം വേണം. അത് കൃത്യമായിട്ട് ഒരു സ്വകാര്യ സന്ദർശനത്തിനല്ലല്ലോ പോകുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു അനുവാദം വാങ്ങിച്ചില്ല. കിട്ടിയ അനുവാദം സ്വകാര്യ സന്ദർശനത്തിനാണ്. ആ സ്വകാര്യ സന്ദർശനത്തിന് പോകുമ്പോൾ പൊതു ആവശ്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ പാടില്ല. അപ്പൊ അത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള നിയമലംഘനങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു NGO ആണ്. എത്ര അക്കൗണ്ട് ഉണ്ട്? ഏതൊക്കെ അക്കൗണ്ടിലൂടെയാണ് പണം വന്നത്? ആ അക്കൗണ്ടിൽ വന്ന പണം എങ്ങോട്ട് പോയി? പിന്നെ പറഞ്ഞു 300-ലധികം വീട് നിർമ്മിച്ചു. പറവൂർ പോയി നോക്കാം എത്ര വീടുണ്ടെന്ന്. പല വ്യക്തികളുടെ പേരിൽ അവർ വ്യക്തിപരമായിട്ട് പണിത് കൊടുത്ത വീട് വരെ ഈ അക്കൗണ്ടിൽ പെടുത്തിയിട്ടും ഈ പറഞ്ഞ എണ്ണത്തിന്റെ പകുതിയുടെ പകുതി പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ FCRയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്ത് പോയി തന്നെ നടത്തേണ്ട അന്വേഷണം നടത്താൻ വിജിലൻസ് എന്ന് പറഞ്ഞാൽ ഒരു അഴിമതി നിരോധന നിയമപ്രകാരം രൂപപ്പെടുന്ന ഒരു ഏജൻസിക്ക് കഴിയില്ല. അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്നാ പറഞ്ഞത്. പണ്ട് നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ടല്ലോ. UDFന്റെ കാലത്ത് 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ഏറ്റവും ആദ്യം എടുത്ത തീരുമാനത്തിലൊന്ന് പാമോലിൻ കേസ് അടക്കം റദ്ദാക്കിയതാണ്. അതുപോലെ പല കേസുകൾ UDF നേതാക്കന്മാർക്കെതിരെ നിലനിന്ന കേസ് റദ്ദാക്കി ക്ലീൻ ചിറ്റ് കൊടുത്ത ചരിത്രം നിരവധി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് കോടതിയല്ല, വിജിലൻസ് ജഡ്ജിയല്ല, മറിച്ച് ആഭ്യന്തരമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. എന്നാൽ വിജിലൻസ് നടത്തിയ അന്വേഷണം വിജിലൻസ് കോടതിയിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുക്കട്ടെ. ആ ജഡ്ജിയാണല്ലോ ആ റിപ്പോർട്ട് കൊള്ളണമോ തള്ളണമോ എന്ന് തീരുമാനിക്കേണ്ടത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് ജഡ്ജി പഠിച്ചതിന് ശേഷം അല്ലല്ല ഇന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് വിജിലൻസ് കോടതി കണ്ടെത്തട്ടെ. അങ്ങനെ എന്താ സംഭവിക്കാത്തത്? അതാണ് എന്റെ സംശയം. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്റെ സംശയം അതാണ്. അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണ റിപ്പോർട്ട് പോകേണ്ടത് കോടതിയിലേക്കല്ലേ? ആ അന്വേഷണ റിപ്പോർട്ട് തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ? നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കിയിട്ടുള്ളൊരു നിയമപരിസരം അതാണ്. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയ തിയറി വന്നിരിക്കുന്നു, അണ്ണനും തമ്പിയും കൂടെ തീരുമാനിച്ചാൽ അവർക്ക് കേസ് തീർപ്പാക്കാം, കോടതി വേണ്ട എന്ന മട്ടിലേക്ക്. ഇപ്പോൾ ഈ പുനർജനിയിൽ രമേശ് ചെന്നിത്തലയും വന്നു പെട്ടിരിക്കുകയാണോ? അതെ 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 അത് ഇത് വളരെ വ്യക്തമാണ്. രണ്ട് കാര്യം. ഒന്ന്, വിജിലൻസ് നേരത്തെ എടുത്ത തീരുമാനം വിജിലൻസ് തന്നെ പുനഃപരിശോധിക്കാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് 2025 ഏപ്രിൽ മാസത്തിൽ വിജിലൻസ് എടുത്ത തീരുമാനം ഇപ്പോൾ തിരുത്തിയത്? കോടതി പറഞ്ഞോ? അതോ ഈ പുതിയ ഗവൺമെന്റ് ആണോ പറഞ്ഞത്? അതോ UDF ആണോ പറഞ്ഞത്? അതോ മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണോ പറഞ്ഞത്? വിജിലൻസ് വ്യക്തമാക്കണം. കാരണം ഒരു തീരുമാനം പുനഃപരിശോധിക്കുമ്പോൾ ആ പുനഃപരിശോധനയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു കാര്യം വേണ്ടേ? അതിന് വിജിലൻസിന് അധികാരമുണ്ടോ? ഇപ്പൊ കോടതി പറയാണ് ഈ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് വിജിലൻസ് കോടതി പറഞ്ഞു. വീണ്ടും അന്വേഷണം നടത്തി. അപ്പോൾ മറ്റൊരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മന്ത്രിയാണ് പറയുന്നത്. മന്ത്രി മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. ഈ മന്ത്രി തന്നെ അന്വേഷണം നടത്താൻ പറഞ്ഞ് മന്ത്രി തന്നെ ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി അത്തരത്തിൽ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതല്ല എന്ന് പറയാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? അപ്പൊ പൂർണ്ണമായിട്ടുള്ള നിയമവിരുദ്ധതയാണ്, സത്യപ്രതിജ്ഞ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അതിന് കേരളത്തിന്റെ വിജിലൻസ് മേധാവികൾ മറുപടി പറഞ്ഞേ പറ്റൂ. റെജിൻ, അത് മാത്രം ഞാൻ നേരത്തെ അരുണിനോട് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കേസിൽ നമുക്കറിയാവുന്നൊരു കാര്യം, വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി. നമ്മൾക്ക് ആർക്കും തമ്മിൽ അക്കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ട് കണ്ടെത്തിയ ഒരു ഫൈൻഡിങ് എന്താണ്? നേരത്തെ അരുണും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം ഇന്ന കാരണങ്ങളാൽ. ഞാൻ അതിലേക്കുമല്ല വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ആ നിലയിൽ ആ വിഷയം നിൽക്കുമ്പോൾ പുതിയ സർക്കാർ വരുന്നു. പുതിയ സർക്കാർ ഏതൊക്കെ നടപടികളിലൂടെയാണ് ഈ തീരുമാനത്തിലേക്ക് പോയത്? വിജിലൻസ് മന്ത്രി അത് പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ തീരുമാനത്തെ റീഓപ്പൺ ചെയ്തോ,
റീഓപ്പൺ ചെയ്ത് വിജിലൻസ് ഏതൊക്കെ തരത്തിൽ അതിൽ പുതിയ കണ്ടെത്തലുകളിലേക്ക് പോയി? നിലവിൽ വിജിലൻസ് തന്നെ കണ്ടെത്തിയ തീരുമാനത്തെ അവരെ കൊണ്ട് തന്നെ തിരുത്തിച്ചത് എങ്ങനെ? ഒരു പ്രധാന ചോദ്യമുണ്ട്. രമേശ് ചെന്നിത്തല ഇതേക്കുറിച്ചൊന്നും വിജിലൻസ് മന്ത്രി പറഞ്ഞിട്ടില്ല. വിജിലൻസ് മന്ത്രി മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ വന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് ആവുമോ? ഇതല്ലേ ചോദ്യം. നോക്കൂ ശരത്ത്, ഇതിനകത്ത് പുനർജനിയുമായി ബന്ധപ്പെട്ട് എവിടെയാണ് അഴിമതി കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്? 8 വർഷമായി വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആരായിരുന്നു അന്ന് ഗവൺമെന്റ് കേരളം ഭരിച്ചിരുന്നത്? പിണറായി വിജയന്റെ ഗവൺമെന്റ്. അതല്ല എന്റെ ശരി. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അസ്വസ്ഥപ്പെടാതെ. അസ്വസ്ഥതയില്ല, താങ്കൾ തെറ്റാണ്, വസ്തുതാവിരുദ്ധമാണ് പറയുന്നത്. അതിൽ അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലാണ് കേന്ദ്ര ഏജൻസി. പുനർജനിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നു. അത് വലിയ ഗൗരവമായ ആരോപണം നിൽക്കുന്നു. തെളിവുമായി ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റ് വേറെയുണ്ട്. വിജിലൻസ് കണ്ടെത്തിയത് രണ്ടാണെന്ന്. അഴിമതി നടന്നതായിട്ടാണ് വിജിലൻസ് കണ്ടുപിടിച്ചത്. ഈ പറയുന്ന മുൻ ഗവൺമെന്റ് ഇരുന്നപ്പോ മുൻ ഗവൺമെന്റ് എന്തായാലും അന്നത്തെ വിജിലൻസ് മന്ത്രി ഈ പറയുന്ന രമേശ് ചെന്നിത്തല അല്ലായിരുന്നല്ലോ. ഇതിലെ ചോദ്യം അതല്ലല്ലോ. അല്ലല്ലോ, ചോദ്യത്തെ വഴിതിരിക്കുകയല്ല സാർ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. പുനർജനി എന്ന് പറയുന്ന അവിടെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണക്കാരെ, ഈ പ്രളയത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് പുനരധിവാസം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും വക്താവാണ്. നോക്കൂ, നിങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും വക്താവാണ്. നിങ്ങളുടെ ഈ തീരുമാനം അത് ജനങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിക്കുന്നു. അല്ലാതെ നിങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ തീരുമാനത്തെ കുറിച്ച് പറയും. അല്ല, ജനങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവാൻ സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ സംശയം എന്താ? ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അഴിമതി നടന്നിട്ടില്ല ഉണ്ടെന്ന് വിജിലൻസ് പറയുന്നില്ല. അതും LDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിജിലൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലെങ്കിലും പറയുന്നില്ല. കേന്ദ്ര അന്വേഷണം വേണമെന്ന് പറഞ്ഞോ? ആ റിപ്പോർട്ടിൽ കേന്ദ്ര അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് പറ്റുന്നു? ഈ ഫാക്ട്സ് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ അന്വേഷണത്തിൽ വിജിലൻസ് എന്താണ് പറഞ്ഞത്? കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ശുപാർശയാണോ? എപ്പോഴാണ് പറഞ്ഞത്? ഈ പറയുന്ന റിപ്പോർട്ട് എന്തുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് അത് CBIക്ക് വിടാൻ വേണ്ടി പോയില്ല? കേന്ദ്ര ഏജൻസിയുമായി ബന്ധപ്പെട്ട് പോയില്ല. അവർക്കറിയാം അത് അബദ്ധമായി പോകുന്നു. ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി, കൊണ്ടെത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു തന്ത്രം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവസാനം അത് തന്നെ വിനയാകും എന്ന് പറഞ്ഞപ്പോൾ അവർ മാറ്റി പറഞ്ഞു. അതിനൊരു മറുപടി കഴിഞ്ഞ സർക്കാരിന്റെ ആ ഭാഗത്തെ സ്റ്റെപ്പ് എന്താണ്? ആ സ്റ്റെപ്പ് റെജിൻ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണത്. അതെ, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു യാതൊരുവിധ അഴിമതിയും നടന്നിട്ടില്ല, ഒരു തെളിവുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പത്രക്കാരുടെ സമ്മർദ്ദത്തിന് വിധേയമായി ഞാനത് CBIക്ക് വിട്ടു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണെങ്കിൽ കേരളത്തിൻ്റെ വിജിലൻസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് നേരെ CBIക്ക് ശുപാർശ ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകുമായിരുന്നില്ലേ? അന്ന് സംസ്ഥാന ഗവൺമെൻറ് ചോദിച്ചത് 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വിജിലൻസിനോട് ചെയ്തത്. എത്ര തുക പിരിച്ചു, എത്ര തുക വന്നു, എത്ര വീട് എന്നതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ തരാൻ പറഞ്ഞു. ആ ക്ലാരിഫിക്കേഷൻ 2026 ഫെബ്രുവരിയിൽ കൊടുത്തു. ഒരു തരത്തിലും രാഷ്ട്രീയപരമായിട്ട് അത് ഉപയോഗിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്, അന്നത്തെ ഗവൺമെൻറ് LDF ഗവൺമെൻറ് തയ്യാറായില്ല. മറിച്ച് സംസ്ഥാനത്തെ ഒരു മുതിർന്ന പൊതുപ്രവർത്തകനെതിരെ വന്ന ആരോപണം, ആ ആരോപണങ്ങളിൽ വിജിലൻസിന്റെ ശുപാർശ വന്നിട്ടും കൂടുതൽ ക്ലാരിറ്റിയോടെ തെളിവ് ശേഖരണം നടക്കട്ടെ എന്ന നിയമപരമായിട്ടുള്ള വഴിയാണ് LDF സ്വീകരിച്ചത്. അന്ന് ഉമ്മൻചാണ്ടി പത്രമാധ്യമങ്ങളുടെ സമ്മർദ്ദം വന്നപ്പോൾ ഒരു തെളിവുമില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടായിട്ടും വിജിലൻസ് ഒരു തെളിവുമില്ലെന്ന റിപ്പോർട്ട് എനിക്ക് തന്നിട്ടും ഞാനത് CBIക്ക് വിട്ടു എന്ന് പിന്നീട് മനസ്താപം കൊണ്ട് പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. അത് UDFന്റെ നിലപാട്, കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട്, അതല്ല LDFന്റെ നിലപാട്. LDFന്റെ നിലപാട് വിജിലൻസിന്റെ ശുപാർശ വരുന്നു, തെളിവുകൾ വരുന്നു, അതിൽ കൂടുതൽ ക്ലാരിറ്റിയോടെ കൂടുതൽ തെളിവുകൾ ചോദിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അതിൽ തെളിവില്ല എന്നല്ല, കൂടുതൽ തെളിവുകളുണ്ട്, ആരോപണങ്ങളുണ്ട്, വസ്തുതയുണ്ട്. അതൊരു ഘട്ടം വരെ അന്വേഷിക്കാൻ കേരളത്തിലെ വിജിലൻസിന് സാധിക്കൂ. ഞങ്ങൾ ഇന്നതൊക്കെ അന്വേഷിച്ചത്, ഇതാണ് റിപ്പോർട്ട്, ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ വിദേശത്ത് പോകണം, അതൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് പറ്റൂ എന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ആ ശുപാർശയാണ് നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇനി അന്വേഷിക്കുകയേ വേണ്ട എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി എവിടെന്നാ പറയുന്നത് തെളിവില്ല എന്ന്?
താങ്കൾ കണ്ടോ വിജിലൻസിന്റെ റിപ്പോർട്ട്? Yes. റിപ്പോർട്ടിന്റെ കോപ്പി താങ്കൾ വായിച്ചോ? അപ്പോൾ താങ്കൾ പറയുന്ന ഒരു തെളിവില്ല. ഇതൊക്കെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയാണ്, യൂഡിഎഫിന്റെ യൂണിവേഴ്സിറ്റിയാണ്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലും പോകേണ്ട കാര്യമില്ല. സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ മതി. നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ മര്യാദയും മാന്യതയും കാണിച്ചൊരു ഗവൺമെന്റ്, നിങ്ങളുടെ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കല്ലേ അരുൺകുമാർ? അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളാണ് ഉമ്മൻചാണ്ടി ചെയ്ത പോലെ ഉമ്മൻചാണ്ടി വെച്ചാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരുന്നു അതിനൊരു കഴമ്പുമില്ലാത്ത കേസാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇതൊരു രാഷ്ട്രീയപരമായിട്ട് അന്ന് ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദത്തിന്റെ പേരിൽ വിജിലൻസുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോ എന്നാ പോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് സത്യം, അതല്ലേ സത്യം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വന്ന് ഈ വിജിലൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അല്ലല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ വെല്ലുവിളി ചോദിക്കുകയാണ്. വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് വിദേശ ഫണ്ട് ഏതെങ്കിലും അക്കൗണ്ടിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അതല്ലല്ലോ, അങ്ങനെ മാത്രമല്ല അദ്ദേഹം ആരോപണം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നോ എന്നുള്ളതല്ല. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, MLA ആണ്. അദ്ദേഹത്തിന്റെ യാത്രാനുമതി, കേന്ദ്രാനുമതി ഏതുവിധം സ്വകാര്യ സന്ദർശനത്തിന് പോയി പൊതുപരിപാടിയിൽ പണം പിരിക്കാമോ? ഇതിനൊക്കെയാണ്, ഇതാണ് പ്രശ്നം. അരുൺ പ്രശ്നം അതല്ല. നടക്കുമ്പോൾ സ്പീക്കറുടെ അനുമതി വേണം. ഇവിടെ സ്പീക്കറിന്റെ അനുമതിയോട് കൂടിയാണ് അദ്ദേഹം പോയത്. കേന്ദ്രാനുമതി ഉണ്ടായിരുന്നോ? കേന്ദ്രാനുമതി എന്തിനാണ് ഒരു കേരളത്തിൽ നിന്നൊരു MLA വിദേശത്ത് ഒരു അല്ലാതെയുള്ള പരിപാടിയിലാണ് അവിടെ പോയിട്ട് അദ്ദേഹം ചെയ്തത്? ബർമിംഗ്ഹാമിൽ അദ്ദേഹം പൊതുപരിപാടിയിൽ പണം ആവശ്യപ്പെട്ടോ? ചോദ്യം റെജിനോടാണ്. അത് കേട്ടില്ലേ? ബർമിംഗ്ഹാമിലെത്തിയ വി ഡി സതീശൻ അവിടെ പൊതുപരിപാടിയിൽ പണം ആവശ്യപ്പെട്ടോ? നിങ്ങളുടെ ആദ്യത്തെ ഇൻട്രോയിൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട പുനർജനിയുമായി ബന്ധപ്പെട്ട് അവിടെ ആ കാര്യങ്ങൾ പറയുന്ന ആളാണ് നിങ്ങൾ ഇൻട്രോയിൽ കാണിച്ചത്. ഞാൻ റെജിനോടാണ് ചോദിക്കുന്നത്. ഗോൾ പോസ്റ്റ് മാറ്റുന്നത്. എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ബർമിംഗ്ഹാമിൽ സ്വകാര്യ സന്ദർശനത്തിന് പോയ വി ഡി സതീശൻ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പണപ്പിരിവ് നടത്തിയോ? അതിന് അവിടെ കൂടിയ ആളുകളോട് അഭ്യർത്ഥിച്ചോ? അതെ, അത് തന്നെയല്ലേ നിങ്ങൾ കാണിച്ചതായിരുന്നു. സമ്മതിച്ചല്ലോ, അങ്ങനെ സംഭവിച്ചു. സമ്മതിച്ചു. യെസ്, ആ വീഡിയോയും നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെ ചെയ്യാൻ MLA ആയിട്ടുള്ള വി ഡി സതീശന് ആ നിലയിലൊരു യാത്രാനുമതി ഉണ്ടായിരുന്നോ? അതാണ് എന്റെ ഒരു ചോദ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ യാത്രാനുമതി വേണമെന്നാണോ താങ്കൾ ഇപ്പോഴും പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. MLA പോകാൻ അല്ല, ഒന്ന് പറയൂ. താങ്കളുടെ എന്റെ ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിലാകാം. തിരിച്ച് എന്നോട് ചോദിക്കുന്നത് താങ്കളുടെ ഉത്തരവാവില്ല. അല്ലല്ല താങ്കൾ ആളുകളോട് പറയല്ലേ. അതായത് റെജിൻ പറയുന്നത് അവിടെ പോയി നിങ്ങൾ പറയുന്നത് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പരിപാടികൾ അതെ ഞാൻ പറഞ്ഞേ, ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അധികാരപരമായി നിൽക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള പരിപാടികളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പോകുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട പിരിവുകളിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നാമത് സർക്കാർ പരിപാടിയല്ല, അതൊരു സർക്കാർ പരിപാടിയല്ല. പക്ഷെ അതൊരു പൊതുപരിപാടിയാണ്. അരുൺ, ഒരു നിയമപ്രശ്നം. അദ്ദേഹം ചോദിക്കുന്നത് ബർമിംഗ്ഹാമിൽ പോയി വി ഡി സതീശൻ തന്നെ ആദ്യം നിഷേധിച്ചു, പണം പിരിച്ചിട്ടില്ല, കാലാവസ്ഥ പ്രശ്നം അവതരിപ്പിക്കാനാണ് പോയത്. പോട്ടെ, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട. ഇതിൽ പരസ്പര വിരുദ്ധമായി സംസാരിച്ചയാൾ വി ഡി സതീശനാണ്. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വളരെ മികവാർന്ന ഒരു സ്പേസിലേക്ക് അദ്ദേഹത്തെ വിളിച്ചുപോയി സംസാരിച്ചു. പറവൂർ സ്വന്തം മണ്ഡലത്തിൽ അതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ ഇവരൊക്കെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവിടെ അദ്ദേഹം പറഞ്ഞു പോയി പണം പിരിച്ചു. ഒരേ ആൾ വി ഡി സതീശൻ തന്നെ വ്യത്യസ്ത നിലയിൽ പറഞ്ഞത് കണ്ടുകൊണ്ട് ഞാൻ അരുണിലേക്ക് വരാം. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ജെയിംസ് മാത്യു ഒരു CD വെച്ചു. ആ വെച്ച CD ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട CD ആണ്. ഞാൻ UK-യിലെ ബർമിംഗ്ഹാമിൽ ക്ലൈമറ്റ് റെസിലിയൻസിനെ സംബന്ധിച്ച ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാൻ എന്നെ ഗസ്റ്റായി വിളിച്ചപ്പോൾ ഞാൻ അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ CD ആണ് അദ്ദേഹം പറയുന്നത്. ഈ CD എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നതാണ്. സാർ, ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ധാരാളം സമ്മേളനങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എൻ്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും പിരിച്ചിട്ടില്ല. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്. ഇന്നലെ ഒരാളോട് ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ ലണ്ടനിൽ പ്രസംഗിച്ചെന്ന്. അയാൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, ലണ്ടനിൽ പറ്റൂല. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ്, തിരുവനന്തപുരത്തുകാരി, അവരാണത് ഹോസ്റ്റ് ചെയ്തത് ആ പരിപാടി.
അവരെ ഭർത്താവ് അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് വലിയ ഡോക്ടറാണ്. അവരാണ് നടത്തിയത്. വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി. അവരെല്ലാം അവിടെ അങ്ങനെയാണ് നടന്നത്, സ്പോൺസർമാർ. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്താൽ പിന്നെ അതിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന രഹസ്യമാണ് പറഞ്ഞത്. അതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്തുണ്ടെന്ന്. ലണ്ടനിൽ പ്രസംഗിച്ച രഹസ്യമായിട്ടാണ്. ലണ്ടനിൽ ബർമിംഗ്ഹാമിൽ പോയി ഞാൻ സംസാരിച്ചത്. ആ സ്ത്രീ ഇവിടെ തിരിച്ചെത്തി. അവരവിടെ നിന്ന് കളക്ട് ചെയ്ത പണം ചെക്കായിട്ട് ഇവിടെ വിതരണം നടത്തി ടൗൺ ഹാളിൽ വെച്ച്. You are around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. And we are selecting selecting the beneficiaries through a transparent procedure by the members of the local body. Then we will go to our team will go there, and there will be a physical examination whether it is right or wrong. Then you can also, anybody can go there and random examination, random scrutiny, everything can be done. റൈറ്റ്. ഈ വീഡിയോകൾ കാണുന്ന ഏതൊരു മനുഷ്യനും യുക്തിസഹമായി ആലോചിച്ചാൽ ഇതിൽ ശരിയായ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുന്നതാണ്. ഒന്ന്, നിയമസഭയിലെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നു ബർമിംഗ്ഹാമിൽ പോയത് സമ്മതിക്കുന്നു, പക്ഷേ അതൊരു ക്ലൈമറ്റ് റെസിലിയൻസുമായി ബന്ധപ്പെട്ട അത്തരമൊരു യോഗമായിരുന്നു. മാത്രമല്ല വിദേശത്ത് ഒരിടത്തും പോയി പണം പിരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബർമിംഗ്ഹാമിൽ പോയത് സമ്മതിക്കുന്നു. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നേരത്തെ രാജേന്ദ്ര പ്രസാദും പറഞ്ഞു, അരുണും പറഞ്ഞു, അദ്ദേഹം അവിടെ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പിന്നീട് ഗൾഫിലടക്കം പുറത്തുനിന്നൊക്കെ പണം പിരിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം എടുത്ത എഫേർട്ടിനെ കുറിച്ച് സമ്മതിക്കുന്നു. ഒരേ ആളുടെ തന്നെ ഒരേ പ്രശ്നത്തിലെ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ. ഈ പ്രശ്നത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതും മറ്റുമാണ് ബർമിംഗ്ഹാമിൽ വി.ഡി. സതീശൻ സംസാരിക്കുന്ന മൂന്നാമത്തെ വീഡിയോ കണ്ടത്. ക്ലൈമറ്റ് റെസിലിയൻസ് ഒന്നുമല്ല, അവിടെ അദ്ദേഹം ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. അതിന് 500 പൗണ്ടാണ് ചോദിക്കുന്നത്. അവിടെ ഓരോ ടേബിളിലും 10 പേര് വീതമോ മറ്റുമാണ് ഇരിക്കുന്നത്. അദ്ദേഹം തന്നെ അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ആളുകളോട് അദ്ദേഹം പിരിവ് നടത്തുകയാണ്, ഫണ്ട് ആവശ്യപ്പെടുകയാണ്. അതാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. തെളിവെവിടെ എന്ന് ചോദിക്കുന്നു. ഒരു ഭാഗത്ത് നിഷേധിക്കുന്നു, പിന്നീട് സമ്മതിക്കുന്നു, അവിടെ അദ്ദേഹം പണം ചോദിക്കുന്നു. പക്ഷേ ഒരു MLA എന്ന നിലയിൽ, അരുൺ നേരത്തെ രജിൻ ചോദിച്ചതാണ്, MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ പോയി അങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്, എന്താണ് കുഴപ്പം? അദ്ദേഹത്തിന് പോകാൻ അനുമതിയില്ലേ? അരുൺ കണ്ടല്ലോ കാര്യങ്ങൾ. അതിൽ ഒരു പ്രൈവറ്റ് സന്ദർശനത്തിന് പോകാം. പക്ഷേ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതു ആവശ്യത്തിന് പോയി പണം ആവശ്യപ്പെടുന്ന സാഹചര്യം FCRA നിയമപ്രകാരം പറ്റില്ല. അത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ആ പ്രളയകാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടുന്ന കാര്യം കേരളം സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം സമ്മതിച്ചില്ല. കേരളത്തിലെ മന്ത്രിമാരടക്കമുള്ളവർക്ക് വിദേശ സന്ദർശനം നടത്താനുള്ള അനുമതി വരെ നിഷേധിച്ചു. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു MLA പറവൂർ മണ്ഡലത്തിന് വേണ്ടി മാത്രമല്ല, അവിടെ പോയി പ്രസംഗം തുടങ്ങുന്നതും എല്ലാം കേരളത്തിലുണ്ടായ മുഴുവൻ പ്രളയത്തിൻ്റെ സാഹചര്യം വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പറവൂരുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത്തരത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ വിദേശത്ത് പോയത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞു. വിദേശത്ത് പോയി ഞാൻ പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പണം വാങ്ങിയിട്ടില്ലെന്നും പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ വീഡിയോസ് പുറത്തു വന്നപ്പോൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ ഇന്ന ആവശ്യത്തിന് പോയി പൈസ സമ്പാദിച്ചിട്ടുണ്ട്, പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്ന അക്കൗണ്ടുകളാണ് വഴി വന്നത്. ഏത് അക്കൗണ്ടും ആയിക്കോട്ടെ, അത് കൃത്യമായി മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ കറണ്ട് അക്കൗണ്ട് ഉണ്ട്, FCRA അക്കൗണ്ട് ഉണ്ട്, അതുപോലെ മറ്റൊരു അക്കൗണ്ടിലേക്കും പണം പോയി എന്നുള്ള വിവരം വരുന്നു. ഈ ആരോപണം വന്നപ്പോൾ ശ്രീ V.D. സതീശൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഈ ഫണ്ട് സ്വീകരിക്കാൻ സർക്കാർ ഓഡിറ്റ് ഒന്നും വേണ്ട, അതിന് സോഷ്യൽ ഓഡിറ്റ് മതി. ഞാൻ കൃത്യമായി എത്ര രൂപ പിരിച്ചു, അതെങ്ങനെയാണ് വിനിയോഗിച്ചത്, അർഹരായവരുടെ ലിസ്റ്റ് 2019 ഡിസംബർ മാസത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തും എന്ന് പത്രസമ്മേളനം നടത്തി അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2019 ഡിസംബർ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 6-7 വർഷമായില്ലേ? ഒരു പ്രഖ്യാപനവും ഒരു പ്രസിദ്ധപ്പെടുത്തലും ഉണ്ടായില്ല. എല്ലാം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന സാഹചര്യമാണുള്ളത്. വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആസ്റ്റർ DM ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ അവർ നിർമ്മിച്ചു കൊടുത്ത വീട്, റോട്ടറി ക്ലബ്ബ് കൊച്ചി നിർമ്മിച്ചു കൊടുത്ത വീട്, ഇതെല്ലാം ഇത്തരത്തിൽ പുനർജീവൻ പദ്ധതിയുടെ ഭാഗമായിട എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചത് നമ്മൾ കണ്ടു. അതുപോലെ പ്രത്യാശ പാലിയേറ്റീവ് കെയർ
ഏഴിക്കര ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡിൽ നിർമ്മിച്ചു കൊടുത്ത വീട് അതെല്ലാം പുനർജനി പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് വീട് വെച്ചു. അതുപോലെ ഫ്ളാറ്റ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലം കാണിച്ചു കൊടുത്ത് അതിന്റെ പേരിൽ ബോർഡ് വെച്ച് കല്ലിട്ട് ഉദ്ഘാടനം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം അവിടുത്തെ തന്നെ ജനങ്ങൾ രംഗത്ത് വന്ന് ഇത് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയുന്ന സാഹചര്യം. ഇപ്പൊ അന്വേഷണം പോലും വേണ്ട എന്നല്ലേ പറയുന്നത്? അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തട്ടെ, എവിടെ നിന്നാണ് ഏതൊക്കെ അക്കൗണ്ടിൽ നിന്നാണ് പണം വന്നത് എന്ന് പരിശോധിക്കാൻ FCR നിയമപ്രകാരം കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് പറ്റൂ. ഇതൊന്നും ആവശ്യമില്ല. വിജിലൻസ് നേരത്തെ നടത്തിയ കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് വിജിലൻസ് തന്നെ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അതിന് കണ്ടെത്താനുള്ള സാഹചര്യം എന്ത് ഒന്നും വിശദീകരിക്കാതെ ആഭ്യന്തരമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി പറയുന്ന സാഹചര്യം അത് കേരളത്തിന്റെ ഇന്ത്യയുടെ ഒരു അന്വേഷണ ഏജൻസികളുടെ ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായും ഇന്നടക്കം ഹൈക്കോടതിയിൽ നിന്ന് വളരെ ശക്തമായ തിരിച്ചടി ഈ പോലീസ് അസോസിയേഷനുകളിലേക്ക് അത് സർക്കാരിന് അനുകൂലമാക്കി കോൺഗ്രസ് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള കസർത്തിനെ ഹൈക്കോടതി കയറി പിടിച്ചിട്ടുണ്ട്. വലിയൊരു ഗൗരവമായ നിയമപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ആപ്പ്, ഒരു കെണി വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല സ്വയം ക്ഷണിച്ചു വരുത്തിയോ എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. രാജേന്ദ്ര പ്രസാദ്, ഈ കാര്യങ്ങൾ കേട്ടിരിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചകളിൽ അവരുടെ ഭാഗം പറയാൻ, മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഭാഗം ഇതാണ്, അല്ലെങ്കിൽ ഒരു ഒറ്റ വാചകം അത് മാത്രം നോക്കിയാൽ മതി. രജന ആവർത്തിച്ചു പറഞ്ഞു, അവിടെ നിന്ന് പണം VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. 1 രൂപ വന്നിട്ടുണ്ടോ? വന്നില്ലെങ്കിൽ പിന്നെ FCR എങ്ങനെ നിലനിൽക്കും? പക്ഷേ അവിടെ പോയതും പിരിച്ചതും പണം ഇവിടേക്ക് വന്നതും അതിന് പല NGOകളുമായി അസോസിയേറ്റ് ചെയ്തതും അദ്ദേഹം പരസ്യമായി അതിനുവേണ്ടി അവിടെ സംസാരിച്ചതും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. ആദ്യം സഭയ്ക്കകത്ത് നിഷേധിച്ചു, അത് വേറെ കാര്യം. നമ്മൾ ആ വ്യത്യാസമൊക്കെ കണ്ടു. VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും വന്നിട്ടില്ല എന്നതിനാൽ തെളിവില്ല എന്ന് പറയുന്ന വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമോ? ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ എന്തു പറയും? ഈ കേസിലുള്ള ഞങ്ങൾ മൊഴി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി കോടിക്കണക്കിന് രൂപയുടെ ബിനാമി സ്വത്തുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ ചെറുപ്പം ആദ്യമായി MLA ആയപ്പോൾ തന്നെ 500 കോടിയോളം രൂപ അഴിമതി നടത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സിവിൽ സപ്ലൈ അഴിമതി. ആ അഴിമതിയിലെ ഫണ്ട് അന്നേ മുതൽ കക്കാനും നിൽക്കാനും പഠിച്ച VD സതീശൻ അത് വിദേശത്ത് ബിനാമി ഏർപ്പാടിലൂടെയാണ് നടത്തിയിരിക്കുന്നത്. ആ ബിനാമി എന്ന് പറഞ്ഞാൽ മാഞ്ഞാലി നവാസാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് മറ്റേ ദുബായിൽ ഫ്ലോറ ഹോട്ടലിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ വിജിലൻസിനോട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വിദേശത്ത് മറ്റേ ഗൾഫ് രാജ്യങ്ങളിൽ പോയി VD സതീശൻ പിരിച്ച ഫണ്ട് അത് വിദേശത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ വിജിലൻസ് അന്വേഷിച്ചാൽ അതങ്ങനെ കണ്ടെത്തും. അതുകൊണ്ട് CBI അന്വേഷിച്ചാൽ മാത്രമേ സതീശൻ പറഞ്ഞ ഈ വിവിധ രാജ്യങ്ങളിൽ പോയി പിരിച്ച ഫണ്ട് അത് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഏറ്റെടുക്കണം. ഇവിടുത്തെ വിജിലൻസ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏതൊക്കെ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ രാജ്യത്ത് പിരിച്ചു, ഇതെല്ലാം വ്യക്തമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഇത് അദ്ദേഹത്തെ രക്ഷിക്കാൻ മാത്രമുള്ള ഒരു കൺക്ലൂഡ് ചെയ്ത് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ എന്ത് അവകാശം? FCR ലംഘിച്ച ഒരു കേസിൽ ക്ലീൻ ചീറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എന്ത് അവകാശം? ഞങ്ങൾക്ക് ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ചോദിക്കാനുള്ള ഒരു കാര്യം അതാണ്. 2, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വിവരാവകാശം വെച്ച് ചോദിച്ചിട്ടുണ്ട്. VD സതീശൻ അനുമതി വാങ്ങിയോ? നിങ്ങളുടെ അനുമതി വാങ്ങിയാണോ? അല്ല എന്ന് കിട്ടിയ റിപ്പോർട്ട് ഞങ്ങൾ വിജിലൻസിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, VD സതീശൻ വിവിധ രാജ്യങ്ങളിൽ, ബർമിംഗ്ഹാമിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ പോയി. അപ്പോൾ അവിടെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി എത്ര കോടി രൂപ പിരിച്ചു, എത്ര രൂപ എവിടെയൊക്കെ നിക്ഷേപിച്ചു, വിദേശ രാഷ്ട്രങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, ഇതെല്ലാം കണ്ടെത്തേണ്ടതാണ്. ഇവിടെ രജിൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശനെതിരെ പരാതിക്കാരൻ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. പല നിലയ്ക്കുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമായി ആരോപിച്ചിട്ടുള്ളത് താങ്കൾ കേട്ടിട്ടുണ്ടാകും. 1. രണ്ടാമത്തെ കാര്യം, ഇതിലെ പരാതിക്കാരനാണ് അദ്ദേഹം. നിങ്ങൾ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ സർക്കാരിനെ നോക്കിയോ CPM-ഉം കോൺഗ്രസും എന്ന നിലയിലൊക്കെ തർക്കിച്ചോളൂ. പക്ഷേ പരാതിക്കാരൻ ഈ തീരുമാനം അംഗീകരിക്കുന്നില്ല. വിജിലൻസ് മന്ത്രിക്ക് എന്ത് അധികാരം ഇങ്ങനെ പ്രഖ്യാപിക്കാൻ എന്ന് ചോദിക്കുന്നു. വിജിലൻസിന് മൊഴി കൊടുത്തവരാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇന്ന കാരണങ്ങളാൽ അന്വേഷിക്കണം എന്നുള്ളതാണ്. ആ നിലയിൽ വിജിലൻസ് കണ്ടെത്തിയതാണ്. അതിനെയാണ് ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുന്നത്. പരാതിക്കാർ പൂർണ്ണമായും അതിനോട് വിയോജിക്കുന്നു. പരാതിക്കാരനും കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ് എന്നുള്ളത് വേറെ കാര്യം. രജിന് ആ നിലയ്ക്ക് അദ്ദേഹത്തെ അറിയുമെന്ന് എനിക്കറിയില്ല. ഇതാണ് സാഹചര്യം. മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗൗരവമായ ആരോപണങ്ങളും പ്രശ്നങ്ങളും വിമർശനങ്ങളുമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്.
ശരത്ത്, അദ്ദേഹത്തിന് എന്തായാലും കോൺഗ്രസ് പശ്ചാത്തലം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നോക്കട്ടെ. അദ്ദേഹത്തിന് എന്തായാലും ഈ ഗവൺമെന്റിനെക്കാട്ടി വിശ്വാസമുള്ള ഗവൺമെന്റ് ഇരുന്നപ്പോഴാണല്ലോ അദ്ദേഹം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ബന്ധപ്പെട്ട് കേസുകൾ കൊടുത്തത്. വി.ഡി. സതീശിനെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ആ വിശ്വാസമുള്ള ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന വിജിലൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പരാജയമാണെന്നാണോ അദ്ദേഹം പറഞ്ഞു വെച്ചത്? ശരത്ത് തന്നെ അദ്ദേഹത്തിനെ ചോദിച്ചു നോക്കണം അദ്ദേഹത്തിനോട്. കഴിഞ്ഞ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ വിജിലൻസും പോലീസ് സംവിധാനവും എല്ലാം അമ്പാടെ പരാജയമായിരുന്നു. അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നല്ലോ. എന്തായാലും ഈ ഗവൺമെന്റ് 3 മാസമായ ഗവൺമെന്റിന്റെ മുന്നിലല്ലല്ലോ ഈ ആരോപണങ്ങളുമായിട്ട് ചെന്നത്. അപ്പോ പക്ഷേ ഈ ഒരു സർക്കാർ 3 കഴിവുമില്ലാത്ത മാസം കൊണ്ട് ആരോപണങ്ങൾ ആ കേസ് തന്നെ ഇല്ലാതാക്കി. ഞാൻ പറയട്ടെ 3 മാസം കൊണ്ട് ആ കേസ് ഇല്ലാതാക്കി. ആ ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക്. ഞാൻ ചോദിച്ചതിനൊന്നും പറയുന്നില്ലല്ലോ ശരത്ത്, നേരെ തിരിച്ച് വേറെ ഇങ്ങോട്ടാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ആരോപണത്തിനൊന്നും ഒരു കഴമ്പുമില്ല. വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് ഈ പുനർജനി കേസ് ഇതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ പറയുമ്പോഴും അദ്ദേഹം എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം എല്ലാ അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്തു. അന്വേഷണത്തെ ഭയക്കുന്നോ? ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസി വരുന്നതിനെ ഭയക്കുന്നോ? ഞാൻ പറയട്ടെ, അതല്ലേ അതിന്റെ അർത്ഥം? ഈ തീരുമാനത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു ഫീൽ അതല്ലേ? അല്ല ശരത്ത്, ഞാൻ പറയട്ടെ, വിജിലൻസ് ഡയറക്ടർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് ഈ പറയുന്ന വിദേശ ഫണ്ട് പിരിവ് അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ള തെളിവ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ നിരന്തരമായി നിങ്ങൾ കാണിച്ചു. വിജിലൻസ് ഡയറക്ടർ, അതൊന്നുകൂടി പറയണം. വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ വിജിലൻസ് മന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു, ഇതിനൊന്നും തെളിവില്ല. റൈറ്റ്, ഇതാണോ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ? അല്ല, അതാണോ പറഞ്ഞത്? വളരെ വാലിഡ് പോയിന്റ്. അതെ, അദ്ദേഹം ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടറിന്റെ ഇതിൽ തന്നെ ഉള്ളതല്ലേ ഈ പറയുന്ന വിദേശ ഫണ്ട് പിരിവോ അല്ലെങ്കിൽ വിദേശ നാണയ വിനിമയ ചട്ടമോ നിലനിൽക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണല്ലോ ഇന്ന് വിജിലൻസ് മന്ത്രി അങ്ങനെയല്ല മുമ്പ് കണ്ടത്. മുമ്പ് അങ്ങനെയല്ല കണ്ടത്. എന്താ കണ്ടത് അതിനകത്ത് FCRAയുടെ ലംഘനവും മറ്റും ഉള്ളതുകൊണ്ട് അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. വിജിലൻസിന് ആ നിലയിൽ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കേസല്ല. അന്യരാജ്യങ്ങളിൽ തന്നെ പോയി കാര്യങ്ങൾ മൊഴിയെടുത്തും തെളിവെടുത്തും മുന്നോട്ട് പോകേണ്ട കേസാണ് എന്ന നിലയ്ക്കാണ് FCRA നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് പറഞ്ഞത് വിജിലൻസ്. അത് എന്നത്തെ വിജിലൻസ് റിപ്പോർട്ടാണ് താങ്കൾ പറയുന്നത്? അതുമായി നിങ്ങളുടെ കേസ്, അതായത് വി.ഡി. സതീശന്റെ വിജിലൻസ്, രമേശ് ചെന്നിത്തലയുടെ വിജിലൻസ് വന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വന്ന ആരോപണത്തെ കട്ട് ചെയ്തു. കേസ് നിങ്ങൾ അട്ടിമറിച്ചു. ക്ലിയർ. രജിൻ തന്നെ സമ്മതിച്ചു. ഏത് വിജിലൻസ് എന്ന് ചോദിക്കുന്നതിൽ ഞങ്ങളുടെ വിജിലൻസ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ വളച്ചൊടിക്കാൻ എന്തിനു വളച്ചൊടിക്കണം? ഏത് വിജിലൻസ് എന്ന നിങ്ങളുടെ ചോദ്യത്തിന് ആ ധ്വനിയുണ്ട്. ഏത് വിജിലൻസ് എന്ന് കോൺഗ്രസ് വക്താവ് ചർച്ചയിൽ ചോദിച്ചെങ്കിൽ ഞങ്ങളുടെ വിജിലൻസ് ഇതൊക്കെ ചെയ്യുന്നല്ലേ? അല്ല, നിങ്ങൾ തന്നെയല്ലേ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് വിജിലൻസ് റിപ്പോർട്ട് വരുമ്പോൾ ഞങ്ങൾ ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ ചെയ്തില്ല, ഞങ്ങൾ അങ്ങനെ പരിശോധിക്കാൻ പോവുകയാണ്, ഞങ്ങൾ വലിയ ധാർമ്മികത കാണിക്കാൻ പോയവരാണ് എന്നൊക്കെ പറഞ്ഞത് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ പറയുന്ന LDF ഗവൺമെന്റ് ഇരുന്നപ്പോഴാണല്ലോ. അപ്പൊ അതിനകത്ത് കഴമ്പില്ലെന്ന് മനസ്സിലാക്കിയ ഗവൺമെന്റ് എങ്ങനെ മനസ്സിലാക്കി? അതാണ് ചോദ്യം. എങ്ങനെ മനസ്സിലാക്കി? 3 മാസം കൊണ്ട് വിജിലൻസ് ആധികാരികമായി കൊടുത്ത ആ ശുപാർശ അട്ടിമറിച്ച് നിങ്ങളുടെ ബോധ്യം എങ്ങനെ വന്നു? വിജിലൻസ് മന്ത്രി പറഞ്ഞിട്ടില്ല. വിജിലൻസ് മന്ത്രി പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, തെളിവില്ല. ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് കയറി സംസാരിക്കും. രജിൻ വിജിലൻസ് മന്ത്രി, നമ്മൾ തമ്മിലാണെന്ന് ഞാൻ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. വിജിലൻസ് മന്ത്രി പറയുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലാന്ന്. എങ്ങനെ? വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് പ്രകാരമല്ല വിജിലൻസ് മന്ത്രി പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് അതുപോലെ കാര്യമാണ് പറയുന്നത്. ഒരു കഴമ്പുമില്ലാത്തൊരു കേസാണെന്നേ. ഒരു കഴമ്പും സമൂഹത്തിന് എങ്ങനെ അതെടുക്കാൻ കഴിയും? അതാണ് ചോദ്യം. എങ്ങനെ എടുക്കാൻ കഴിയും? വിജിലൻസ് മന്ത്രി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നു. വിജിലൻസ് മന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ എഴുതി കൊടുത്തു, തെളിവില്ല, പിൻവലിക്കുന്നു. അന്വേഷിച്ചു 2 പ്രാവശ്യം വിജിലൻസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് യാതൊരു കഴമ്പുമില്ലാത്ത നിൽക്കുമ്പോൾ FCRA ഈ പറയുന്ന മണപ്പാട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന FCRA അവരുടെ അക്കൗണ്ടുള്ളവരാണ്, അവർക്ക് പണം സ്വീകരിക്കാൻ പറ്റുന്നവരാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യൂ. കുറച്ചു മുമ്പ് ഈ മണപ്പാട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട അമീർ അഹമ്മദ് എന്ന് പറയുന്ന അതിന്റെ ചെയർമാൻ, അതിന്റെ ആള് ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം നടത്തുന്നു. അതുകൊണ്ടൊന്ന് കാണിക്കൂന്നേ. നിങ്ങൾ കുറെ പത്രസമ്മേളനങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് ഇപ്പൊ നിങ്ങൾ കാണിച്ച പത്രസമ്മേളനത്തിനകത്ത് തന്നെ വി.ഡി. സതീശൻ പറയുന്നുണ്ടല്ലോ, എന്റെ നാടിന് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന്. നിയമസഭയിൽ പറഞ്ഞതോ? നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? പിരിച്ചിട്ടില്ല എന്നല്ലേ? നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? രജിൻ എന്താണ് സൗകര്യങ്ങൾ ഒഴിവാക്കുന്നത്? നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് 1 രൂപ പിരിച്ചിട്ടില്ലെന്നല്ലേ? ബന്ധപ്പെട്ട് ഏതെങ്കിലും വിദേശത്ത് പരിപാടി നടന്നോ? ഏതെങ്കിലും പരിപാടി നടന്നോ? പുനർജനിയുമായി ബന്ധപ്പെട്ട് പിരിച്ചിട്ടില്ല എന്നല്ലേ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്? വളരെ വളരെ കൃത്യമായ വിഷയങ്ങൾ നിൽക്കുന്ന അരുൺ
ഇല്ല, കോൺഗ്രസിന്റെ പ്രതിനിധി ആ പറഞ്ഞു. അല്ല, ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഇത് കേൾക്കുക. താങ്കൾ പറയുന്നു ഒരു കഴമ്പുമില്ല എന്ന്. കഴിഞ്ഞ 72 ദിവസമായി ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് യു-ടേൺ തിരിഞ്ഞ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിപ്പം മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും വിഴിഞ്ഞമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും നികുതി ഭീകരത എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച സാഹചര്യം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഒരു രൂപ പോലും കടം വാങ്ങിക്കാതെ ഖജനാവ് നിറയ്ക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ ആളൊക്കെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി വന്ന് പത്രസമ്മേളനം നടത്തുന്ന ഒരു റൂട്ടുണ്ടല്ലോ, അത് നിയമവിരുദ്ധമാണ്. ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നതല്ല എന്നതാണ് ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ കാര്യം, വിജിലൻസ് നടത്തി കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് തന്നെ തിരുത്താനുണ്ടായ സാഹചര്യം എന്ത്? അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതിയിലാണ്. കോടതി ഏതെങ്കിലും വിഷയത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുകയോ ഇന്ന കാര്യത്തിൽ ഒരു പുനരന്വേഷണമോ തുടരന്വേഷണമോ വേണം എന്ന് പറയാത്ത സാഹചര്യത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി വന്നിരുന്ന് പറയാണ്, നേരത്തെ കൊടുത്ത വിജിലൻസിന്റെ റിപ്പോർട്ടൊക്കെ ഞാൻ മാച്ചു കളഞ്ഞു, പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നു, ഞാൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യം. അതും രണ്ടാമത്തെ നിയമവിരുദ്ധത. താങ്കൾ പറയുന്നത് അക്കൗണ്ടിൽ പണം വന്നില്ല, അന്വേഷിക്കേണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസി. കാരണം വിദേശത്തുനിന്ന് പണം വന്നിട്ടുണ്ടല്ലോ, പറഞ്ഞല്ലോ, 3-4 അക്കൗണ്ടിന്റെ പറഞ്ഞു. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRI റിപ്പോർട്ട്, അക്കൗണ്ട്, അതുപോലെ കറണ്ട് അക്കൗണ്ട്, മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളെല്ലാം ഇതേ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് എവിടെ വിനിയോഗിച്ചു, എങ്ങനെ വിനിയോഗിച്ചു, ആരൊക്കെയാണ് ഗുണഭോക്താവ് എന്ന് 2019 തന്നെ ഞാൻ അതിന്റെ വിവരം പുറത്തുവിടുമെന്ന് സാക്ഷാൽ VD സതീശൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ജനങ്ങൾ നിരന്തരം ചോദ്യം ചോദിച്ചപ്പോൾ തട്ടിക്കൂട്ട് പല വ്യക്തികൾ, സംഘടനകൾ കൊടുത്ത എല്ലാ തരത്തിലുള്ള വീടും തന്റെ അക്കൗണ്ടിലാക്കാൻ ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം നടത്താൻ CBIക്ക് കഴിയൂ എന്ന് കണ്ടെത്തിയത് ഇതേ വിജിലൻസ് ആണ്. ഗവൺമെന്റ് മാറി എന്ന് വെച്ച് വിജിലൻസിന്റെ റിപ്പോർട്ട് മാറില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാറും, പക്ഷെ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ മാറ്റമില്ല. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുമ്പോ ഇത് പരിശോധിച്ച് പറയേണ്ട അന്വേഷണ ഏജൻസി ആ ഏജൻസിയാണ് പറയേണ്ടത്, മന്ത്രിയല്ല പറയേണ്ടത്. അല്ല, മന്ത്രി പറയുമ്പോ ഇന്നതാണ് വസ്തുത എന്ന് പറയണ്ടേ? ഏതെങ്കിലും രീതിയിൽ ആ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യമുണ്ടോ? അപ്പൊ നിയമവിരുദ്ധമായ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലീൻ ചീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെന്തായാലും വിജിലൻസ് കോടതി പരിശോധിക്കുക തന്നെ ചെയ്യും. ഭരണഘടനാ കോടതി പരിശോധിക്കുന്ന സാഹചര്യം വരും. ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ഈ നിയമവിരുദ്ധ സാഹചര്യത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വരവിനെ ഈ സർക്കാർ ഈ തീരുമാനത്തിലൂടെ തടഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നു. റെജിൻ എന്തോ ഒന്ന് പറയാൻ വന്നതുകൊണ്ട് ഒന്ന് ചുരുക്കി ദയവായി ഇടവേളയിലേക്ക് പോകും മുമ്പ്. പിന്നീട് അദ്ദേഹം കുറെ നേരമായി പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറവൂര് വീടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നതിനെ പറ്റിയൊക്കെ പറയുന്നു. അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അത് അന്വേഷിക്കുവാൻ കേരളത്തിലെ വിജിലൻസിന് പറ്റുമായിരുന്നല്ലോ, പോലീസിന് പറ്റുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ആ വിജിലൻസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് താങ്കൾ പറയുന്ന പച്ചനുണകൾ മായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ സാധിക്കുമോ? ഈ പ്രേക്ഷകരെ ഒന്ന് കാണിക്കൂ. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു അടിസ്ഥാനമില്ലാതെ പറയാണ്. ആ യൂട്ടേൺ അടിച്ചതിന്റെ കഥയൊക്കെ ഞാനും പറഞ്ഞുതരാം. യൂട്ടേന്റെ കഥയൊക്കെ ഞാനും പറഞ്ഞുതരാം. ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, ഇപ്പോഴെങ്കിലും തീരില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, ഞാൻ ഒരു ചർച്ചയിൽ ഒരു വാക്കോ വാചകമോ പറയണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം പറഞ്ഞ അഭിഭാഷകരിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും, ആ കേസിൽ ഉൾപ്പെട്ടതും അതിനുശേഷം ഇവിടെ ഉന്നയിക്കപ്പെട്ടതുമായ നിരവധി കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. ആ തെളിവ് വിജിലൻസ് കോടതി ആ തെളിവുകൾ കൃത്യമായി അക്കമിട്ട് നിരത്തിയിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളെ അന്വേഷിക്കാൻ കഴിയൂ. കാരണം അഴിമതി നിരോധന നിയമപ്രകാരമാണ് വിജിലൻസ് പ്രവർത്തിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിന്റെ ഞങ്ങൾ അന്വേഷിച്ച ആക്ട് ഇന്നതാണ്. പക്ഷെ ഈ പണം വന്നത് ഒന്ന് കേൾക്കും മിസ്റ്റർ, ഒന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കും മിസ്റ്റർ, ഒന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കും. അതുകൊണ്ട് ഈ പണം വന്നത് വിദേശത്ത് നിന്നാണ്. ഈ അല്ല, എന്ത് മര്യാദകേട് ഇത്! 2-3 ദിവസം ഇന്നലെ തുടങ്ങി കോൺഗ്രസിന്റെ പ്രതിനിധി. കൃത്യമായി കേൾക്കാനുള്ള മനസ്സ് കാണിക്ക്. ഈ പണം വന്നത് അഴിമതി നിരോധന നിയമപ്രകാരം ഇന്ന കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അതിന്റെ ജെനിസിസ് കൃത്യമായിട്ടുള്ള ഇന്ന ഭാഗങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അതിപ്പോ പാടില്ല, അന്വേഷിക്കേണ്ടതില്ല, ഞാൻ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കുമെന്ന് പറഞ്ഞത്.
ഇത് നിയമപരവും രാഷ്ട്രീയവുമായ വളരെ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിലേറ്റവും അധികം വാദിക്കാൻ ശ്രമിക്കുന്നത്, ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെളിവില്ല എന്നുള്ളത്. ഇന്ന് ആഭ്യന്തരമന്ത്രിയും വിജിലൻസ് മന്ത്രിയും പറഞ്ഞതാണ്. പക്ഷേ തെളിവുണ്ട് എന്ന് ഈ ചർച്ചയിലടക്കം പരാതിക്കാരൻ പറയുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ കേസിൽ അപ്പിയർ ചെയ്തിട്ടുള്ള അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അരുൺകുമാറും പറയുന്നു തെളിവുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മൾ കണ്ട വീഡിയോയിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം ബർമിംഗ്ഹാമിൽ പോയി പണം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന അടുത്ത ചോദ്യം, അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് ശരിയായ അനുമതിയുണ്ടോ? അദ്ദേഹം അന്ന് MLA ആയിരുന്നു, പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആയിരുന്നില്ല, അതിന് മുമ്പാണ്. അപ്പോൾ അതിന് അനുമതി ഉണ്ടായിരുന്നോ? അപ്പോൾ മനസ്സിലാവുന്നത് സ്വകാര്യ സന്ദർശനത്തിനുള്ള അനുമതിയായിരുന്നു. സ്വകാര്യ സന്ദർശനത്തിനുള്ള അനുമതി വെച്ച് ഇത്തരം പരിപാടികളിൽ പോയി പണപ്പിരിവ് നടത്താൻ കഴിയില്ല. പ്രളയകാലത്ത് UAE കേരളത്തിന് പണം നൽകാം എന്ന് ആ സന്നദ്ധത കാട്ടിയപ്പോൾ അതിന് കേന്ദ്രം അനുമതി തരാത്തത് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മന്ത്രിമാർക്കും അന്നത്തെ സർക്കാരിനും പുറത്തുപോയി അതിനനുസരിച്ച് പണം സമാഹരിക്കാൻ കഴിയുന്ന ഒരു അനുമതിയും കേന്ദ്രം നൽകിയിരുന്നില്ല. ആ ഘട്ടത്തിലാണ് MLA ആയ വി ഡി സതീശൻ സ്വകാര്യ സന്ദർശനം നടത്തി പണം പിരിച്ചത് എന്ന പ്രശ്നം. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് രജനി ഇവിടെ ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ടാകാം. അഭിഭാഷകൻ കൂടിയായ അരുൺ അതേക്കുറിച്ച് സൂചിപ്പിച്ചു. പക്ഷേ അതിലെ ക്രമക്കേടുകൾ, അത് ഇവിടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേട്, മറ്റേത് ഇതിൻ്റെ പണം വരവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതാണ് FCRA നിയമത്തിൻ്റെ ലംഘനമുണ്ട്. അത് കേന്ദ്ര ഏജൻസിക്ക് മാത്രമേ ആ നിലയിൽ ആ ഭാഗം അന്വേഷിക്കാൻ കഴിയൂ. ഇതാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു കണ്ടെത്തലും അവരുടെ റിപ്പോർട്ടും അതായിരുന്നു. പക്ഷേ ഭരണമാറ്റത്തെ തുടർന്ന് 3 മാസം കൊണ്ട് ആ കണ്ടെത്തൽ, ആ റിപ്പോർട്ട് തിരുത്തി എഴുതപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്ന് വിജിലൻസ് മന്ത്രി പ്രഖ്യാപിച്ചത്. തെളിവില്ല, കോടതിയാണ്, വിജിലൻസ് കോടതിയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടത്, അവിടെയാണ് പരിശോധിക്കേണ്ടത്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്ത്, നിയമസഭയ്ക്കകത്ത് വളരെ ശക്തമായി 2020 ഉയർന്നു വന്നിരുന്നു. വി ഡി സതീശനെതിരെ വളരെ ശക്തമായി തെളിവ് ഹാജരാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കം വീഡിയോ ഒന്ന് കണ്ടിട്ട് വേഗം വരാം. ബഹുമാന്യായ സ്വരാജ് പറഞ്ഞതിനെ കുറിച്ച് സാധാരണ ബഹുമാന്യായ പ്രമേയ അവതാരകന് ഇത്തരം വല്ല കാര്യവും കേട്ട ഉടനെ പേഴ്സണൽ എക്സ്പ്ലനേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൊടുത്തെങ്കിലും ഒരു കാര്യവും കൂടി ചെയ്യും. അതിന്റെ ബാക്കി CD ഞാനിവിടെ വെക്കുന്നുണ്ട്. അനുവാദം വാങ്ങിയിട്ട് തന്നെയാണ്. എന്താണോ സ്വരാജ് പറഞ്ഞത്, ബർമിംഗ്ഹാമിൽ പോയി $500 വീതം പുനർജനി പറവൂരിന് വേണ്ടി വാങ്ങുന്നതിന് നടത്തിയ അഭ്യർത്ഥനയുടെ CD ആണ് ഇവിടെ വെക്കാൻ പോകുന്നത്. ഇത് ഫെറയുടെയും ഫെമയുടെയും അനുമതി വാങ്ങിയാണോ ചെയ്തത്? പറയണം. ഒരൊറ്റ ടേമിൽ 81 തവണ വിദേശയാത്ര നടത്തിയത് എന്തിനായിരുന്നു എന്ന് നാട്ടുകാർ അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി 100 കാര്യങ്ങൾ ഷേക്സ്പിയറെ അദ്ദേഹം ഉദ്ധരിച്ചു. നന്നായി, ഷേക്സ്പിയറൊക്കെ നമ്മുടെ സഭയിൽ വരുന്നത് നല്ലതാണ്. പക്ഷേ ഷേക്സ്പിയറുടെ പരമപ്രധാനമായ ഒരു വാചകമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമപ്രധാനം. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ മണ്ഡലത്തിൽ ഒരു പദ്ധതിക്ക് വേണ്ടി അങ്ങ് വിദേശങ്ങളിലൊക്കെ പോയി പണം പിരിച്ചല്ലോ. ബർമിംഗ്ഹാമിലെ അങ്ങയുടെ പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. 500 പൗണ്ട് വെച്ച് തരണമെന്ന് അഭ്യർത്ഥിച്ചു. ഏത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നോക്കിയിട്ടാണ് നിങ്ങൾ ഈ ധനസമാഹരണം നടത്തിയത്? നിങ്ങൾ എത്ര പണം സമാഹരിച്ചു? നിങ്ങൾ എത്ര വീട് വെച്ചു? നിങ്ങൾ എത്ര വിദേശയാത്ര നടത്തി? ഇത് ഞാൻ അങ്ങയെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല. എനിക്ക് അങ്ങയുടെ മേൽ ഒരു ആരോപണവുമില്ല. പക്ഷെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ കണക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ കാര്യങ്ങൾ സുതാര്യമാക്കണ്ടേ? നിങ്ങൾ കാടടച്ച് വെടിവെച്ചാൽ മതിയോ? അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. റജിൻ, അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത്തരമൊരു ഘട്ടത്തിൽ നിയമപരമായ ശരിയായ വഴിയിലൂടെ അതിൽ വ്യക്തത വരുത്തി നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയായ വി ഡി സതീശനെ സംബന്ധിച്ച് സമൂഹം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ്. പക്ഷേ സംഭവിക്കുന്നത് അതല്ല എന്ന പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ അങ്ങനെ അവസാനിപ്പിക്കാവുന്നതാണോ? വിജിലൻസ് മന്ത്രി വന്ന് മാധ്യമപ്രവർത്തകരുടെ മൈക്കിന് മുമ്പിൽ വന്ന് പ്രഖ്യാപിച്ചാൽ തീരുന്നതാണോ പുനർജനി കേസ് എന്നൊരു പ്രശ്നം ഇതിനകത്ത് അവശേഷിക്കുന്നു. രജിൻ, നോക്കൂ ശരത്ത്, ഇതിനകത്ത് പുനർജനി കേസ് എന്ന് പറയുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ ഗവൺമെന്റ് ആണ്. CBIക്ക് വിടണം എന്ന് പറഞ്ഞപ്പോഴും അതിനെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ആ ഒരു പ്രശ്നത്തിൽ നമുക്ക് CBIയും അല്ലെങ്കിൽ EDയും ഒന്നും നമുക്ക് പേടിക്കേണ്ട. ഞങ്ങൾ ഇഷ്ടമുണ്ടെന്ന് ഇറങ്ങുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള പേടികളൊന്നുമില്ല. പക്ഷെ ആ ഗവൺമെന്റിന് തന്നെ അറിയാം ആ കേസിനകത്ത് കഴമ്പൊന്നുമില്ല എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ CBIക്ക് വിടാഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുള്ളതല്ലേ ഇന്ന് വിജിലൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരികയും വിജിലൻസ് മന്ത്രി അത് പ്രഖ്യാപിക്കുകയും ക്ലീൻ ചീറ്റ് കൊടുക്കുകയും ചെയ്തത്. ഇതിനകത്ത് ഒരു അധാർമികതയെ ഇല്ലെന്നേ. ഇതിനകത്ത് ധാർമ്മികമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
അതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം. ശരി. അല്ലാതെ ഇതിനകത്ത് ഈ പറഞ്ഞ ഇപ്പം പറയുന്നോണ്ട് ഇതിനെ കണ്ണടച്ച് ഇരുട്ടാക്കി കഴിഞ്ഞാൽ അത് ഇരുട്ടാവത്തില്ലല്ലോ. ഇത് ഇത്രയും നാൾ ഇന്ന് വന്ന കേസല്ല, ഈ ഗവൺമെന്റിന്റെ മുന്നിൽ വന്ന കേസല്ല, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ വന്ന കേസല്ല. അതെ, പഴയതുവാണെന്ന് മാത്രമല്ല 8 വർഷത്തോളം കാലമായി വിജിലൻസിന്റെ കയ്യിലിരുന്ന സാധനമാണ്, വിജിലൻസുമായി ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞ ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ വന്നു എന്ന് പറഞ്ഞ് ഉള്ളതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ലല്ലോ. എന്തുകൊണ്ട്? അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ഞങ്ങളല്ലല്ലോ CBIക്ക് വിടാഞ്ഞത്, അല്ല ഞങ്ങളല്ലല്ലോ CBIക്ക് വിടാഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ആ ഗവൺമെന്റിന് അറിയാം, അതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യം. രാജേന്ദ്ര പ്രസാദ്, പരാതിക്കാരൻ എന്ന നിലയിൽ എന്താണ് താങ്കളുടെ അടുത്ത നീക്കം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ രജിൻ പറഞ്ഞതുപോലെ CBIക്ക് വിടാതിരുന്നത് VD സതീശൻ സർക്കാർ അല്ലല്ലോ എന്ന് വാദിക്കാം, അദ്ദേഹം പറഞ്ഞതുപോലെ. പക്ഷേ CBI വരാതിരിക്കാൻ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ അതിവേഗത്തിൽ അധികാരത്തിലെത്തി 3 മാസം കൊണ്ട് ഈ സർക്കാർ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നോ? വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ അത് നടപ്പാക്കുകയായിരുന്നോ? ഇങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്ക് ഇപ്പോഴത്തെ തീരുമാനമായി ബന്ധപ്പെട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ ടൈമിൻ്റെ അവസാനകാലം, നേരത്തെ അരുൺ അത് പറഞ്ഞു, 2020 ഫെബ്രുവരി മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിൻ്റെ ശുപാർശ വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ മറ്റ് തീരുമാനങ്ങളിലേക്ക് ആ സർക്കാർ പോയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വരാതിരിക്കാൻ വളരെ വേഗത്തിൽ ഈ സർക്കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നോ വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല? എന്താണ് പരാതിക്കാരൻ്റെ അഭിപ്രായം അവസാനമായി? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വിജിലൻസ് 2, കരമനയുള്ള വിജിലൻസ് 2 ആണ് അന്വേഷിക്കുന്നത്. അവിടെ 10 ദിവസം മുമ്പ് പുതിയ വിജിലൻസ് SP നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് VD സതീശൻ അനുകൂലമായി റിപ്പോർട്ട് തിരുത്തിയിരിക്കുന്നത്. ഞാൻ പറവൂരിലൊരു വോട്ടറാണ്. പറവൂരിലെ ജനങ്ങളോട് പറവൂരിൽ പത്രസമ്മേളനം നടത്തി VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ലോകം മുഴുവൻ പോയി പറവൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പിരിച്ചു എന്ന്. ആ പണം എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത്. പറവൂര് 200 ചില്ലാനും വീട് VD സതീശൻ വെച്ചിട്ട് ഒരു വീട് പോലും പുനർജനിയുടെ പേരിൽ പിരിച്ച പണം കൊണ്ട് VD സതീശൻ പണിതട്ടില്ല. വെല്ലുവിളിക്കുന്നു VD സതീശന് ഒരു വീട് കാണിച്ചു തരാൻ. ഇത് മുഴുവൻ സ്പോൺസർ ചെയ്തതാണ്. ഈ പിരിച്ച പണം മുഴുവൻ എവിടെ പോയി? ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ മാത്രമല്ല, വിദേശത്ത് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബിനാമി സംവിധാനം നിലവിൽ VD സതീശനുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നത് മാഞ്ഞാലി നവാസാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ 1ാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒന്നാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട്. മാഞ്ഞാലി നവാസ് ആരാണെന്ന് നമ്മുടെ ഷംസീർ സ്പീക്കറാവുന്നതിന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിയമസഭയിൽ വരെ ഈ ബിനാമിയെക്കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും കൂടി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതിൽ വിജിലൻസ് അല്ല ഈ കേസ് ചെയ്യേണ്ടത്. ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ സതീശൻ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി എത്ര കോടി പിരിച്ചു, അത് സതീശനാണ് പറഞ്ഞേക്കണം, ഞങ്ങളാരും ഉന്നയിച്ചതല്ല. ഞങ്ങൾ ജനങ്ങളോട്, പറവൂരിലെ വോട്ടറായ ഞാനുൾപ്പെടെയുള്ള ഞങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത്. അത് അന്വേഷിച്ചേ പറ്റൂ. അത് കേന്ദ്ര ഏജൻസിക്കേ പറ്റുള്ളൂ. സംസ്ഥാനത്തെ വിജിലൻസിന് വിദേശത്ത് പോയി. അപ്പോൾ പരാതിക്കാരൻ എന്ന നിലയിൽ എന്താണ് അടുത്ത നീക്കം? എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം ഇത് തള്ളിക്കളയാനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയായിട്ട് പോകും. ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ട ഒരു കേസാണ്. ആ ശുപാർശ എങ്ങനെ വിജിലൻസ് SP അട്ടിമറിച്ചു എന്നുള്ളത് അതും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇതങ്ങനെ വിടാൻ പോകുന്നില്ല എന്നാണോ അരുൺകുമാറിന് പറയാനുള്ളത്? വിടാൻ ഒരു അഴിമതി നടന്നു എന്ന് ഞങ്ങൾക്ക് പറവൂരുകാർക്ക് അധികാരത്തിൽ വന്നാല് 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കും എന്നാ പറഞ്ഞത്. 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞിട്ട് അത് പരിഹരിച്ചില്ല. പക്ഷെ പുതിയ അന്വേഷണ ഏജൻസി വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ SP ഒക്കെ വന്നപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ അവർ VD സതീശന്റെ പ്രശ്നം അങ്ങ് പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏതായാലും ശക്തമായി നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. എല്ലാം നിയമവിരുദ്ധത മാത്രമാണ് ഇപ്പൊ ഇതിൽ ആഭ്യന്തരമന്ത്രി ചെയ്തത്. ഒരിക്കലും ഇപ്പൊ തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ മിനിങ്ങാന്നൊരു കൊലപാതകം നടന്നു. ഇനി നാളെ ആഭ്യന്തരമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് അത് കൊലപാതകമൊന്നും അല്ല, അതിൽ കൊല നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാലോ? ഇതൊക്കെ ചെയ്യേണ്ട കോടതിയാണ്. കോടതി ചെയ്യേണ്ട, ജുഡീഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ അവരുടെ അധികാര പരിധിയിലേക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയമില്ല.
ഏതായാലും ഈ സർക്കാരിൻ്റെ 3 മാസത്തെ ഭരണത്തിനിടയിൽ മറ്റൊരു വിസ്മയം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. സാധാരണ വി.ഡി. സതീശൻ വിസ്മയം എന്ന് പറയുമ്പോൾ ഇത്തവണ വിസ്മയം വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയിലൂടെയാണ് സംഭവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട്. അതിൻ്റെ ഗുണഭോക്താവായി വരുന്നത് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനെതിരായ പുനർജനി കേസുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിജിലൻസിൻ്റെ ശുപാർശ തിരുത്തി ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരുന്നു. ആ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് വിജിലൻസ് മന്ത്രി മാധ്യമങ്ങളോട് പറയുന്നു. ആ റിപ്പോർട്ട് കോടതിയിലേക്കല്ല പോയിരിക്കുന്നത്, വിജിലൻസ് കോടതിയിലേക്കല്ല പോയിരിക്കുന്നത്, മാധ്യമങ്ങൾക്ക് മുമ്പാകെ വിധി പറഞ്ഞത് വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെ ഒരു വിസ്മയം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു വിസ്മയം ഇപ്പോൾ വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ സർക്കാരിൻ്റെ 3 മാസത്തെ ഭരണത്തിനുള്ളിൽ നടത്തിയിരിക്കുകയാണ്. ഇതാണിന്ന് ചർച്ചയ്ക്ക് വിധേയമായ വളരെ പ്രധാനപ്പെട്ട വിഷയം.